ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യം സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം, അതുപോലെ തന്നെ കോൾഡ് വാർ, ശീതസമരം എന്നിവയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നു. അത് പതിയെ അവിടെ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മുതലാളിമാർ അവർ കൂടുതൽ പണം വ്യവസായശാലയിൽ നിക്ഷേപിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ കൂടുതൽ പണം നിക്ഷേപിച്ചതിൻ്റെ ഭാഗമായിട്ട് ഓവർ പ്രൊഡക്ഷൻ, അമിത ഉൽപ്പാദനം ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ രാജ്യങ്ങളും അവരുടെ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ കമ്പോളങ്ങൾ തേടി അന്വേഷണം ആരംഭിക്കുന്നു. ഈ കമ്പോളങ്ങൾ തേടിയുള്ള അന്വേഷണം ഈ വ്യാവസായിക രാജ്യങ്ങൾക്കിടയിൽ, ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയ വ്യവസായ രാജ്യങ്ങൾക്കിടയിൽ മത്സരങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നു. ഇങ്ങനെ ഈ മത്സരങ്ങൾക്കൊടുവിൽ ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഇവർ കോളനികൾ സൃഷ്ടിക്കുന്നു. അതായത് സാമ്പത്തിക ചൂഷണത്തിന് അവരുടെ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കുകയും സാമ്പത്തിക ചൂഷണം, എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ നടത്തുകയും ചെയ്യുന്നു. അതിനെ കോളനിവൽക്കരണം എന്നറിയപ്പെടുകയും ചെയ്യുന്നു. ഈ വ്യവസായശാലകളിൽ മുതലാളിമാർ അല്ലെങ്കിൽ വ്യവസായികൾ ഈ തൊഴിലാളികളെ കൊണ്ട് അമിതമായി ചൂഷണം ചെയ്താണ് ഉൽപ്പാദനം നടത്തിയിരുന്നത്. അവർക്ക് വേതനം വളരെ കുറച്ച് മാത്രമാണ് നൽകിയിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികൾക്കിടയിൽ തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കപ്പെടുകയും അവർ നിരന്തര പ്രക്ഷോഭണം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികൾക്ക് വൻ വേതന വർധന ഉണ്ടാവുകയും മുതലാളിമാർ ലാഭത്തിൽ ഇടിവുണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് മുതലാളിമാർ ഇവരുടെ പണം, അതായത് വ്യവസായികൾ അവരുടെ പണം കോളനികളിലേക്ക് ഒഴുക്കുന്നു. കോളനികളിൽ നിക്ഷേപം നടത്താൻ ആരംഭിക്കുന്നു. കോളനികൾ നിക്ഷേപം നടത്താനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് ചീപ്പ് ലേബർ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്, ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കോളനികളിലേക്കുള്ള പണത്തിൻ്റെ ഒഴുക്കിനെ വിളിക്കുന്ന പേരാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഈ സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാന സവിശേഷത എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ആണ്. രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക ആധിപത്യം സ്ഥാപിക്കുന്നു. ഇതാണ് ഇമ്പീരിയലിസം അഥവാ സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. ഈ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ തകർക്കപ്പെട്ടു. അതുപോലെ തന്നെ ഭരണ സംവിധാനം തകർക്കപ്പെട്ടു. അതുപോലെ തന്നെ പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്യപ്പെട്ടു. പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് എന്നിവ വർദ്ധിച്ചു. ഇതൊക്കെയാണ് ഈ കോളനികളിൽ ഈ സാമ്രാജ്യം നടപ്പിലാക്കിയതിൻ്റെ എഫക്റ്റ്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോളനികൾ കൈയടക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം സഖ്യത്തിൽ ഏർപ്പെടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാവുന്നതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നു? പരസ്പരം സൗഹാർദ്ദത്തിൽ ഏർപ്പെടുന്നു. സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിക്കുന്നു. ആ സൈനിക സഖ്യങ്ങളാണ് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ ഓണ്ടോണ്ടും. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. അവയിൽ ഏറ്റവും പ്രധാന ട്രിപ്പിൾ അലയൻസിൽ ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറിയും, ട്രിപ്പിൾ ഓണ്ടോണ്ടിനകത്ത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളുമാണുള്ളത്. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളാണുള്ളത്. ഈ സാമ്രാജ്യത്വ മത്സരങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യങ്ങൾ പല തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമാണ് അഗ്രസീവ് നാഷണലിസം അഥവാ തീവ്രദേശീയത എന്ന് പറയുന്നത്. തീവ്രദേശീയത എന്ന് പറയുന്നത് ഒരു രാജ്യം ചെയ്യുന്നത് എല്ലാ പ്രവൃത്തിയും, അത് തെറ്റായാലും ശരിയായാലും അതിനെ ന്യായീകരിക്കുകയും തൻ്റെ രാജ്യം മറ്റുള്ള രാജ്യത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ തീവ്രദേശീയത എന്ന് പറയുന്നത്. ഈ തീവ്രദേശീയത ഈ സാമ്രാജ്യ രാജ്യങ്ങൾ വളർത്തിയെടുത്തു. ഈ വളർത്തിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നു. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. പാൻസ്ലാവ് പ്രസ്ഥാനം, പാഞ്ചറും പ്രസ്ഥാനം, റിവെഞ്ച് അഥവാ പ്രതികാര പ്രസ്ഥാനം എന്നിവയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികൾ രൂപപ്പെടാൻ കാരണമായി തീർന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതിസന്ധികളാണ് ആഫ്രിക്കൻ ഭൂപ്രദേശത്തുണ്ടായ പ്രതിസന്ധിയാണ് മൊറോക്കൻ പ്രതിസന്ധി. ബാൾക്കൻ മേഖലയിൽ അത് ഓട്ടോമൻ എംപയറിൻ്റെ ഭാഗമായിട്ടുള്ള ബാൾക്കൻ പ്രതിസന്ധി ഉണ്ടാകുന്നു. ഈ ബാൾക്കൻ മേഖലയിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ബോസ്നിയ ഹെർസഗോവിന. ഈ ബോസ്നിയ ഹെർസഗോവിന പിടിച്ചടക്കുവാൻ വേണ്ടിയിട്ട് ബോസ്നിയ ഹെർസഗോവിന വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓസ്ട്രിയയും സെർബിയയും മുന്നോട്ട് വരുന്നു. ഓസ്ട്രിയയ്ക്ക് ജർമ്മനിയുടെ സപ്പോർട്ടും സെർബിയയ്ക്ക് റഷ്യയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഓസ്ട്രിയയുടെ കിരീടാവകാശിയായിട്ടുള്ള ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ സെർബിയൻ യുവാവായിട്ടുള്ള ഗാവർലോ പ്രിൻസിപ്പ് വെടിവെച്ച് കൊല്ലുന്നത്. തുടർന്ന് ഓസ്ട്രിയ സെർബിയയോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഓസ്ട്രിയയുടെ സഹായത്തിൽ ജർമ്മനി എത്തുകയും സെർബിയയുടെ സഹായത്തിൽ റഷ്യ എത്തുകയും ചെയ്യുന്നു. അതോടുകൂടി ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്നു. 1914 ജൂലൈ 28 ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച രാജ്യമാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങൾ. ട്രിപ്പിൾ ഓണ്ടോണ്ടാണ് വിജയിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ചിത്രീകരിക്കുന്ന ഒരു സിനിമയുണ്ട്. 1917 എന്നാണ്, 2019 റിലീസായത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. യൂട്യൂബിൽ ട്രെയിലറൊക്കെ ഉണ്ട് അതിൻ്റെ.
അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി യുദ്ധത്തിൻ്റെ ഭീകരത എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അതിനുശേഷം എത്രയാണ് ഓവർ 10 മില്യൺ പീപ്പിൾ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, കമ്മ്യൂണിക്കേഷൻ ഇവയൊക്കെ തകർക്കപ്പെട്ടു. പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ ഇതൊക്കെ വർദ്ധിച്ചു. യൂറോപ്പിൻ്റെ സാമ്പത്തിക മേധാവിത്വം ഇല്ലാതായി തീർന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ ആഫ്രിക്കൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഈ കോളനികൾ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് അവർ പ്രക്ഷോഭണങ്ങൾക്ക് വർദ്ധിക്കേണ്ട. അതുപോലെ തന്നെ ലീഗ് ഓഫ് നേഷൻസ്, ഒന്നാം ലോക മഹായുദ്ധാനത്തിന് രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയായിട്ട് ലീഗ് ഓഫ് നേഷൻ രൂപീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ പീസ് എഫേർട്സ് ആണ്. ഇതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളുമായി നിരവധി സന്ധിയിൽ ഏർപ്പെട്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജർമ്മനിയുമായി ഒപ്പിട്ട 1919 ജർമ്മനിയുമായി ഒപ്പിട്ട വേഴ്സൈ സന്ധി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി, ഈ സന്ധി പ്രകാരം ജർമ്മനിയുടെ കോളനികൾ വീതിച്ചെടുത്തു. അതുപോലെ തന്നെ വലിയൊരു തുക യുദ്ധനഷ്ടപരിഹാരമായി അടയ്ക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ജർമ്മനിയുടെ സമ്പന്നമായ ഖനിപ്രദേശങ്ങൾ സ്വന്തമാക്കി അവർ പിന്നെ എല്ലാ യുദ്ധക്കുറ്റവും ജർമ്മനിയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും അവരെ നിരായുധീകരിക്കുകയും ചെയ്തു. ഇതിങ്ങനെ ജർമ്മനി അപമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ജർമ്മനിയിൽ എന്തുണ്ടായി? ജർമ്മനി ഇത്തരത്തിൽ ഒന്നാം ലോക മഹായുദ്ധാനത്തിന് ഇവരെ അപമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി തീരുന്നത്. ഈ വേഴ്സൈ സന്ധിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് പ്രധാനപ്പെട്ട കാരണം. ഇതിനുശേഷം നമ്മൾ മനസ്സിലാക്കുന്നത് എക്കണോമിക് ഡിപ്രഷനാണ്, സാമ്പത്തിക തകർച്ച എന്നുള്ളത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാത്ത രാജ്യമാണ്, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഭാഗമല്ലാത്ത രാജ്യമായിരുന്നു അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്ക്, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വൻ തുകയും അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായവും അതുപോലെ തന്നെ ആയുധങ്ങൾ നിർമ്മിച്ച് നൽകുകയും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വൻ സമ്പത്ത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ അമേരിക്കയുടെ സാമ്പത്തിക മുന്നേറ്റം വളരെ ദീർഘകാലം നീണ്ടു നിന്നില്ല. 1929 ഒക്ടോബർ 24 ബ്ലാക്ക് തേഴ്സ്ഡേ, അതായത് ഓഹരി കമ്പോളങ്ങൾ തകർന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അമേരിക്കയിൽ ഓഹരി കമ്പോളങ്ങൾ, ഷെയർ മാർക്കറ്റ് സംവിധാനങ്ങളൊക്കെ തകർന്നു. ഇതോടുകൂടി ലോകത്തെ എല്ലാം ബാധിച്ച സാമ്പത്തിക തകർച്ച അമേരിക്കയിലാണ് ഉണ്ടായത്. ഈ സാമ്പത്തിക തകർച്ചയുടെ പ്രത്യാഘാതങ്ങൾ, സാധനങ്ങളൊക്കെ ഫാക്ടറിയിൽ കെട്ടിക്കിടന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് കടമെടുത്തിരുന്നു, അതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ബാങ്കുകൾ തകർന്നു. ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം വർദ്ധിച്ചു. ഇങ്ങനെയുള്ള പോവർട്ടി, ദാരിദ്ര്യം, അൺഎംപ്ലോയ്മെൻറ്റ് ഇതൊക്കെ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഈ പ്രശ്നം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം സ്വീകരിക്കേണ്ടി വന്നു. അതായത് ഇവരുടെ കോളനി പ്രദേശങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനി പ്രദേശങ്ങളിൽ നികുതി വർദ്ധിപ്പിച്ച് ഈ പ്രതിസന്ധി മറികടക്കാനാണ് അവർ തീരുമാനമെടുത്തത്. ഇതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഈ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കിയ ഈ യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള നമ്മൾ ഫ്രാൻസ്, ജർമ്മനി വിജയിച്ച രാജ്യങ്ങൾ ഓർത്തിരിക്കുക. ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ ഓണ്ടോണ്ടിലും അത് വിജയിച്ച രാജ്യം ഏതാണ്? ട്രിപ്പിൾ ഓണ്ടോണ്ടാണ്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് വിജയിച്ചത്. പരാജയപ്പെട്ട രാജ്യമാണ് ഇറ്റലി, അതുപോലെ തന്നെ ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി, ജർമ്മനി എന്നീ രാജ്യം. അപ്പോൾ ഈ ഇറ്റലി അവസാനം വിജയിച്ച രാജ്യങ്ങളോട് 1918 അവസാനിക്കുന്ന യുദ്ധം. അവസാനമായപ്പോഴേക്കും ഇറ്റലി എവിടേക്ക് മാറുകയാണ്? വിജയിച്ച രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിജയിച്ച രാജ്യമായിട്ടുള്ള ഇറ്റലിക്കും സാമ്പത്തികമായ വലിയ നേട്ടമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും ബുദ്ധിമുട്ടാണ്. പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും ഒക്കെ ഇറ്റലിയിലുമുണ്ട്, ജർമ്മനിയിലുമുണ്ട്. അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഇതിനെ തുടർന്ന് എക്കണോമിക് ഡിസ്ട്രക്ഷൻ, സാമ്പത്തിക തകർച്ച, റൈവൽറി എഗെയിൻസ്റ്റ് വിക്ടേഴ്സ്, വിജയിച്ച രാജ്യങ്ങളുടെ പ്രതികാര മനോഭാവം, അതുപോലെ എയിംലെസ്നെസ്, ലക്ഷ്യബോധമില്ലായ്മ എന്നീ സാഹചര്യങ്ങളൊക്കെയാണ് ഈ രണ്ട് രാജ്യങ്ങൾ, ഇറ്റലിയിലും അതുപോലെ തന്നെ ജർമ്മനിയിലും ഓസ്ട്രിയ ഹംഗറിയിലേക്കും ഉള്ളത്. ഈ അവസ്ഥയെ മുതലെടുത്ത് തങ്ങളുടെ ഈ പ്രശ്നത്തെ മറികടക്കാൻ ഒരു പുതിയ നേതാക്കൾ എത്തുമെന്നുള്ള പുതിയ നേതാക്കൾ എത്തി അവരെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കും എന്നുള്ള സമയത്താണ് ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും എത്തുന്നത്. ഇങ്ങനെ രണ്ട് ആശയങ്ങളാണ് ഈ ആശയങ്ങളാണ്, അതായത് ഈ പറഞ്ഞ ആശയങ്ങളാണ് ഫാസിസം, ആൻറ്റഗോണിസം, ഡെമോക്രസി, ഗ്ലോറിഫൈങ് ദ നേഷൻ, ജസ്റ്റിഫൈങ് ദ വാർ, ഡൈഫൈങ് ദ പാസ്റ്റ്, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, ഡിഫ്യൂഷൻ അഗ്രസീവ് നാഷണലിസം, ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ് എന്നീ ആശയങ്ങൾ വളർന്നു വരികയും അത് ജനങ്ങൾ കൂടുതൽ അംഗീകരിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഇതിനെ തുടർന്ന് അധികാരത്തിലെത്തിയ രണ്ട് ഭാഗങ്ങളാണ്, ഈ ഫാസിസ്റ്റ് ആശയങ്ങൾ അധികാരത്തിലെത്തിയ രണ്ട് ഭാഗങ്ങളാണ് മുസോളിനിയുടെ ഫാസിസവും ഹിറ്റ്ലറുടെ നാസിസവും.
അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ കാര്യമാണ് മുസോളിനിയും ഫാസിസവും. മുസോളിനി അധികാരത്തിലെത്തിയപ്പോൾ റോമൻ എംപയറിൻ്റെ പല കാര്യങ്ങളും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഫാസിസ്റ്റുകളെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ അദ്ദേഹം കൊന്നൊടുക്കി. അദ്ദേഹം അതുപോലെ എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം ആക്രമിക്കുകയൊക്കെ ചെയ്തെന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ ഹിറ്റ്ലറും നാസിസവും അദ്ദേഹത്തിൻ്റെ വളരെ അതിൽ പ്രസംഗപാഠവും ഓർഗനൈസേഷണൽ എബിലിറ്റീസും കൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. അദ്ദേഹം ജൂതന്മാരാണ് അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണം ഈ ജൂതന്മാരാണെന്നാണ് ഹിറ്റ്ലറുടെ അവകാശവാദം. തുടർന്ന് ജൂതന്മാരെ അദ്ദേഹം കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ചാണ് അദ്ദേഹം കൊന്നൊടുക്കുന്നത്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ആൻ ഫ്രാങ്കിൻ്റെ ഒരു വിവരണം നൽകിയിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്രമാത്രമാണ് ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഭീകരത എത്രമാത്രമാണുള്ളതെന്നൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. 60 ലക്ഷം ജൂതന്മാരെയാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഈ ഹിറ്റ്ലർ കൊന്നൊടുക്കിയിട്ടുള്ളത്. എന്നാൽ അതിൽ ഏറ്റവും രസമെന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഹിറ്റ്ലർ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സന്ദർശിച്ചിരുന്നില്ല. അതിന് പകരമായിട്ട് അദ്ദേഹത്തിന് പ്രതിനിധികളായിട്ട് ധാരാളം ഉദ്യോഗസ്ഥന്മാരാണ് അത് ഈ തരത്തിലുള്ള ക്രൂരതകളൊക്കെ അവിടെ ചെയ്തിരുന്നത്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വളരെ ക്രൂരമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് അവിടെ നടത്തിയിരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ സ്ത്രീ തടവുകാരെ മേൽ എക്സ്റേ വികിരണങ്ങൾക്ക് പ്രയോഗിച്ച് അവരെ വന്ധീകരണം നടത്തുക, സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ രാസവസ്തുക്കൾ കുത്തിവെച്ച് പരീക്ഷണം നടത്തുക, അനസ്തേഷ്യ കൂടാതെ ഗർഭപാത്രങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുക. അതുപോലെ തന്നെ ക്രൂരമായ പീഡനങ്ങളാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങളാണ് ഈ ജൂതന്മാരുടെ മേൽ ഇവർ കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അതിൽ ഇരട്ട കുട്ടികളെയൊക്കെ തെരഞ്ഞു പിടിച്ച് കഴിഞ്ഞ് അവരെ ക്രൂരമായിട്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും വിധേയമാക്കിയിരുന്നു. അതുപോലെ തന്നെ അവയവങ്ങളൊക്കെ ശരീരത്തിലെ ഓരോ അവയവങ്ങളൊക്കെ മുറിച്ച് മാറ്റി അവിടെ ഉപ്പും മുളകൊക്കെ തേച്ച് പിടിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ കണ്ണിൽ രാസവസ്തുക്കളൊക്കെ തേച്ച് പിടിപ്പിക്കുക. ചെറിയ കുട്ടികളുടെ കണ്ണിൽ രാസവസ്തുക്കളെ കുത്തിവെക്കുക. ഇങ്ങനെയുള്ള ധാരാളം ക്രൂരമായിട്ടുള്ള നടപടികളാണ് ഈ ഹിറ്റ്ലർ അവരുടെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ചെയ്യിച്ചിരുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാരുടെയും നമ്മൾ ബഡ്ഡിങ് ഒക്കെ ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചെടികളിലൊക്കെ ബഡ് ചെയ്യുന്നത് പോലെ മനുഷ്യരുടെ ശരീരങ്ങൾ വെട്ടിമുറിച്ച് മാറ്റിയിട്ട് അവിടെ ഒരാളുടെ കൈ വെട്ടിമുറിച്ച് മാറ്റി മറ്റൊരാളുടെ കൈ കൊണ്ട് തുന്നിച്ചേർക്കുന്ന പരിപാടികളൊക്കെ അവിടെ നടന്നിരുന്നു. അത്രത്തോളം നീചമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്ന സ്ഥലങ്ങളാണ് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെന്ന് പറയുന്നത്. അതിൻ്റെ ഭീകരതയെക്കുറിച്ച് നിങ്ങൾക്ക് ആൻ ഫ്രാങ്കിൻ്റെ വിവരണങ്ങൾ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള നടപടികൾ ചെയ്ത വ്യക്തിയാണ് ഹിറ്റ്ലറെങ്കിലും പലതരത്തിൽ അദ്ദേഹം റെയർ ഫാക്റ്റുകളുണ്ട് കുറച്ച്. അദ്ദേഹം മൃഗസ്നേഹിയായിരുന്നു, വളരെയധികം മൃഗസ്നേഹിയായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. ഹണ്ടിങ് നിരോധിച്ചു. 1932 ഏപ്രിൽ മൃഗവേട്ട അദ്ദേഹം നിരോധിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വെജിറ്റേറിയനാണ്, പൂർണ്ണമായിട്ടുള്ള വെജിറ്റേറിയനാണ് അദ്ദേഹം. ഒരിക്കലും അദ്ദേഹം സിഗരറ്റ് വലിക്കുകയോ അതുപോലെ തന്നെ മദ്യപാനം നടത്തുകയോ ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല. ആൻറ്റി സ്മോക്കിംഗ് ക്യാമ്പയിൻ, അതായത് പുകയില വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങിയ ആദ്യമായിട്ട് ഈ ഹിറ്റ്ലറാണ്. മദ്യപാനം എതിർത്തിരുന്നു. അതുപോലെ തന്നെ വർക്കേഴ്സിന് 8 മണിക്കൂർ ഉള്ള ജോലി സമയമായിട്ട് നിശ്ചയപ്പെടുത്തിയിരുന്നു. ഈ 3D ഫിലിം സംവിധാനങ്ങളെ കൊണ്ടുവന്ന ഇദ്ദേഹമാണ്. ഫിലിമിലൊക്കെ കൂടുതൽ താല്പര്യമുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, ഒരു പെയിൻറ്റർ ആയിരുന്നു, ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു. 1933 ബെർലിനിൽ ഒളിമ്പിക്സ് ഒക്കെ തുടങ്ങിയത് ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ക്രൂരമായ പരിപാടികൾ ചെയ്തിട്ടുള്ള ഈ വ്യക്തിക്ക് 1939 സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാറ്റലൈറ്റ്, റോക്കറ്റ്, ജെറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് സഹായക പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള നടപടികൾ ചെയ്തതുകൊണ്ട് ഈ മെഡിസിൻ്റെ ഫീൽഡിലും വൈദ്യശാസ്ത്ര രംഗത്തും വളരെയധികം സംഭാവന നൽകിയ വ്യക്തിയാണ് ഹിറ്റ്ലർ. അതുപോലെ നമ്മുടെ ഈ ഫ്ലൈ ഓവർ ടെക്നോളജി തുടങ്ങിയ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഫ്ലൈ ഓവർ ടെക്നോളജിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടെത്തിയത്, അതിൻ്റെ തുടക്കം കുറിച്ചത് ഹിറ്റ്ലറായിരുന്നു. അതുപോലെ ഫോക്സ് വാഗൻ, നമ്മൾ ഈ ജർമ്മൻ കാറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോക്സ് വാഗൻ. അത് തുടങ്ങി വെച്ചത് ഹിറ്റ്ലറാണ്. അതുപോലെ തന്നെ പാർട്ടിയെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് TV, റേഡിയോ സംവിധാനങ്ങളൊക്കെ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിച്ചു. അതുപോലെ അങ്ങനെ പലതരത്തിലുള്ള പരിപാടികളൊക്കെ ഈ ഇത്തരത്തിലുള്ള റെയർ ആയിട്ടുള്ള ഫാക്ട്സുകളൊക്കെ ഉള്ള ആളാണ് ഹിറ്റ്ലർ എന്ന് പറയുന്നത്. അപ്പോൾ
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള വളരെയധികം ക്രൂരമായിട്ടുള്ള പരിപാടികളൊക്കെ നടത്തി ഈ ഹിറ്റ്ലർ എന്ത് ചെയ്തു, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ജൂതന്മാരെ 60 ലക്ഷം ജൂതന്മാരെയാണ് കൊന്നൊടുക്കിയത്. ഈ സംഭവത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ഈ ആൾക്കാരെ കൊന്നൊടുക്കുന്നതിനെ ഗ്യാസ് ചേമ്പറിലൊക്കെ വെച്ചാണ് ഇവരെ കൊല്ലുന്നത്. അതിനെക്കുറിച്ചൊരു സിനിമയുണ്ട്, ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്, ഹോളോകാസ്റ്റ് എന്നാണ് ആ സംഭവത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ആര്യൻ ആൻസസ്ട്രി എന്താണ് ജൂതന്മാർ, ഈ ആര്യൻ ആൻസസ്ട്രി എന്ന് പറയുന്നത് ആര്യൻ ആൻസസ്ട്രി ഉള്ളവരാണ് ജർമ്മൻകാരാണെന്ന് വാദിക്കുകയും ജൂതന്മാരാണ് ഈ ജർമ്മനിയുടെ നാശത്തിനെല്ലാം കാരണമെന്ന് വാദിക്കുകയും ചെയ്ത വ്യക്തിയാണ്. അത് നാസി പാർട്ടി ഒഴികെയുള്ള എല്ലാ പാർട്ടികളെ അദ്ദേഹം നിരോധിച്ചു തൻ്റെ രാജ്യത്ത്. തുടർന്ന് റേഡിയോ സിനിമ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയൊക്കെ എഡ്യൂക്കേഷൻ സിസ്റ്റം, റേഡിയോ സിനിമ സംവിധാനങ്ങളുടെ തൻ്റെ പാർട്ടി അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ ഈ പ്രതികാര മനോഭാവം, വിജയിച്ച രാജ്യങ്ങളോട് പരാജയപ്പെട്ട രാജ്യങ്ങളുടെ പ്രതികാര മനോഭാവം മുതലെടുത്തുകൊണ്ട് അദ്ദേഹം അഗ്രസീവ് ഫോറിൻ പോളിസി സ്വീകരിച്ചുകൊണ്ട് ഓസ്ട്രിയ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം ആക്രമിച്ചു. ഓസ്ട്രിയ എന്ന് പറയുന്നത് ഓസ്ട്രിയ ഹംഗറിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ആ ഓസ്ട്രിയ ചെക്കോസ്ലോവാക്യ തുടങ്ങിയ പ്രദേശങ്ങളെ അദ്ദേഹം ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ജപ്പാനായിട്ട് അലയൻസ് ഉണ്ടാക്കി അത് എന്തിലേക്ക് നയിക്കുകയാണ്, സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സെക്കൻഡ് വേൾഡ് വാറിലേക്കാണ്, രണ്ടാം ലോക മഹായുദ്ധം. 20 years ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിന് 20 വർഷങ്ങൾക്ക് ശേഷം ദ വേൾഡ് വിറ്റ്നസ്ഡ് അനദർ വാർ. ലോകം മറ്റൊരു മഹായുദ്ധത്തിന് സാക്ഷിയായിത്തീർന്നു. 1939 മുതൽ 45 വരെയാണ്. ഈ 1939 മുതൽ 45 വരെയുള്ള യുദ്ധത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്ന ഒരു സിനിമയുണ്ട്, ഡൺകിർക്ക് എന്നാണ് സിനിമയുടെ പേര്. DUNKIRK. ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യം ജർമ്മൻ തീരത്തെത്തുകയും ജർമ്മൻ തുറമുഖമായിട്ടുള്ള ഡൺകിർക്കിലെത്തുകയും അവിടെ നിന്ന് അവർ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു, അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക്, തങ്ങളുടെ സ്വന്തം രാജ്യത്തിലേക്ക് പോകുന്നതിന് ശ്രമിക്കുന്ന ഒരു സീനൊക്കെയുള്ള ഒരു സിനിമയാണ് ഈ ഡൺകിർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സിനിമയുണ്ട് ഫ്യൂരി, FURY. അതും രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ രാജ്യത്തിലെത്തുന്ന സൈനികരുടെ കഥയാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭാഗത്തേക്ക് കടക്കുന്നു. ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ് ഇൻ 1919. 1919 പീസ് ട്രീറ്റി നമ്മൾ പഠിച്ചാണ്. വേഴ്സൈൽസ് ട്രീറ്റി, പാരീസ് ട്രീറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ധി, ജർമ്മനിയുമായി ഒപ്പുവെച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ധിയാണ് പാരീസിലെ പീസ് ട്രീറ്റി. ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ് ഇൻ 1990, ദ വിക്ടോറിയസ് നേഷൻസ് ഷെയർഡ് ദ കോളനീസ് ഓഫ് ദ ഡിഫീറ്റഡ് നേഷൻസ്. 1919 പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. Following the peace treaty at Paris in 1990, the victorious nation shared the colonies of the defeated nations. Neither Germany nor Italy had any colony or market. ജർമ്മനി, ഇറ്റലി വിജയിച്ച രാജ്യത്തിൻ്റെ കൂടുതൽ ഉൾപ്പെട്ടതാണ് ഇപ്പോൾ നിലവിൽ. പക്ഷേ ആദ്യത്തെ കാലഘട്ടത്തിൽ ഇറ്റലി, ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത് അവസാനമായത് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടമാകുമ്പോഴേക്കും ഇവർ വിജയിച്ച രാജ്യത്തിൻ്റെ കൂടെ ചേർന്നു. എന്നിട്ടും ഇറ്റലിക്കും എന്തില്ല, കോളനിയോ കമ്പോളങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. Neither Germany nor Italy had any colony or market. Neither Germany nor Italy had any colony or market. Therefore, enhancing their political economic stability. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി, ഇവരുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതിനാൽ ദെയർഫോർ എൻഹാൻസിങ്, പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ദെയർഫോർ എൻഹാൻസിങ് ദർ പൊളിറ്റിക്കൽ എക്കണോമിക് സ്റ്റെബിലിറ്റി, ഇറ്റലി ആൻഡ് ജർമ്മനി പ്ലാൻഡ് ടു കോൺകർ കോളനീസ് ആൻഡ് അറ്റാക്ക് വീക്ക് നേഷൻസ്. അപ്പോൾ ജർമ്മനിയും ഇറ്റലിയും പ്ലാൻ ചെയ്തു, അതായത് ഇവരുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരത അല്ലെങ്കിൽ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ദുർബലമായ രാജ്യങ്ങളെയും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളെയും കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പദ്ധതി ഇറക്കിയാണ്. ആരൊക്കെയാണ്? ജർമ്മനിയും ഇറ്റലിയും. Therefore, enhancing their political economic stability, Italy and Germany planned to conquer colonies and attack വീക്ക് നേഷൻസ്, കോളനികൾ കീഴടക്കുന്നതിനും അതുപോലെ തന്നെ ദുർബലമായ രാജ്യങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പദ്ധതികൾ തയ്യാറാക്കുന്നു. ഇൻ ആൻ എഫേർട്ട് ടു എക്സ്റ്റെൻഡ് ദിസ് പോളിസി,
ഈ നയം വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻ ആൻ എഫേർട്ട് ടു എക്സ്റ്റെൻഡ് ദിസ് പോളിസി ഓഫ് അഗ്രഷൻ, അതായത് ആക്രമണത്തിലൂന്നി ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ ആക്രമണ നയങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് in an effort to extend this policy aggression, Italy and Germany along with Japan, ആരൊക്കെ ചേർന്നിട്ടാണ്? ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ഫസ്റ്റ് വേൾഡ് വാർ സമയത്തിൽ ഒരു സഖ്യമായിരുന്നു. അതിനകത്തുണ്ടായിരുന്നത് ഇറ്റലി, ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ ആരൊക്കെയാണ്? ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഒരു ഏഷ്യൻ രാജ്യം കൂടെ അവിടെ വന്നു. ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. Italy and Germany along with Japan formed an alliance called the Axis powers. അപ്പോൾ ഇവർ ആക്സിസ് പവേഴ്സ് അഥവാ അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകുകയാണ്. ആക്സിസ് പവേഴ്സ് അഥവാ അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകുന്നു. ആക്രമണ നയങ്ങൾ വ്യാപിക്കുന്നതിനായിട്ട് ജർമ്മനി, ഇറ്റലിയും ജപ്പാനും ചേർന്നിട്ട് ആക്സിസ് പവേഴ്സിന് രൂപം നൽകുന്നു. ആക്സിസ് പവേഴ്സ് എന്ന് വെച്ചാൽ അച്ചുതണ്ട് ശക്തികൾക്ക് രൂപം നൽകുന്നു. ഇതിനെതിരായിട്ട്, ഈ പറഞ്ഞ അച്ചുതണ്ട് ശക്തികൾക്കെതിരായിട്ട് കൗണ്ടറിങ് ദിസ് അലയൻസ് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ചൈന, 3 രാജ്യങ്ങളുടെ വരികയാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ആരൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ആരൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന. ഇവിടെ ഒരു ഏഷ്യൻ രാജ്യമുണ്ട്. ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന ഫോംഡ് ദ അലൈഡ് പവേഴ്സ്. അവർ ചിലരോട് ചേർന്ന് രൂപീകരിക്കുന്ന അലൈഡ് പവേഴ്സ്, സഖ്യശക്തികൾ രൂപീകരിക്കുന്നു. അപ്പോൾ ഇവിടെയും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലും 2 സഖ്യങ്ങൾ രൂപീകരിക്കുകയാണ്. ഒന്ന് അച്ചുതണ്ട് ശക്തികളും മറ്റൊന്ന് സഖ്യശക്തികളും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്രയും ഭാഗം ഒന്നുകൂടെ ഓർത്തിരിക്കണം. 1939 മുതൽ 45 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം. ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ്, 1919 പീസ് ട്രീറ്റിയെ തുടർന്ന് 1919 പരാജയപ്പെട്ടതിൽ വിജയിച്ച രാജ്യങ്ങൾ ഷെയർഡ് ദ കോളനീസ് ഓഫ് ദ ഡിഫീറ്റഡ് നേഷൻസ്, പരാജയപ്പെട്ട രാജ്യങ്ങളുടെ കോളനികൾ വിജയിച്ച രാജ്യങ്ങൾ വീതം വെക്കുകയുണ്ടായി 1919. എന്തിനെ തുടർന്നാണ്? പാരീസ് ട്രീറ്റിയെ തുടർന്ന്. അതിനെ തുടർന്ന് നെയ്തർ ജർമ്മനി ഓർ ഇറ്റലി, ജർമ്മനിക്കോ ഇറ്റലിക്കോ കോളനിയോ ഒന്നും തന്നെ, കോളനിയോ മാർക്കറ്റോ കമ്പോളങ്ങളെ തന്നെ ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല, അവർക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ദെയർഫോർ, അതിനാൽ ഫോർ എൻഹാൻസിങ് ദർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി, അവരുടെ സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറ്റലി ആൻഡ് ജർമ്മനി പ്ലാൻഡ് ടു കോൺകർ, ഇറ്റലിയും ജർമ്മനിയും പദ്ധതി തയ്യാറാക്കുകയാണ്. എന്താണ്? കോൺകർ വീക്ക് നേഷൻസ് ആൻഡ് എന്താണ് കോളനീസ്, കോളനികളെയും അതുപോലെ തന്നെ ദുർബലമായ രാജ്യങ്ങളെ കീഴടക്കുന്നതിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ഈ ആക്രമണത്തിലൊന്ന് ഈ പദ്ധതി വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻ ആൻ എഫർട്ട് ടു എക്സ്റ്റെൻഡ് ദിസ് പോളിസി അഗ്രഷൻ, ഈ എന്താണ് ആക്രമണത്തിലൊന്ന് ഈ പദ്ധതി എന്താണ് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും ചേർന്നിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നു. ഈ സഖ്യത്തെ വിളിക്കുന്ന പേരാണ് ആക്സിസ് പവേഴ്സ്, അച്ചുതണ്ട് ശക്തികളെന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. കൗണ്ടറിങ് ദിസ് ലൈസ്, ഇതിനെ എതിർത്തുകൊണ്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന, ബ്രിട്ടൻ അഥവാ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ട് സഖ്യകക്ഷികൾ രൂപീകരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് നൽകിയിരിക്കുന്നു ആരൊക്കെയാണ് ആക്സിസ് പവേഴ്സ്, ആരൊക്കെയാണ് അലൈഡ് പവേഴ്സ് എന്ന് നൽകിയിരിക്കുന്നു. ആക്സിസ് പവേഴ്സിനകത്ത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അലൈഡ് പവേഴ്സിനകത്ത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. 2 സ്ഥലങ്ങളിൽ ഓർത്തിരിക്കുക, 2 സ്ഥലങ്ങളിലും ഏഷ്യൻ രാജ്യങ്ങളുണ്ട്. ഒന്ന് ആക്സിസ് പവേഴ്സിനകത്ത് ജപ്പാനും അലൈഡ് പവേഴ്സിനകത്ത് ചൈനയാണുള്ളത്. ഇനി ഈ സഖ്യങ്ങളിലേക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാത്ത അമേരിക്കയും അതുപോലെ സോവിയറ്റ് യൂണിയനും പങ്കെടുക്കാൻ ആരംഭിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അമേരിക്കയും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനും രണ്ടാം മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ തുടങ്ങുന്നു. അതിന് 2 കാരണങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ കാരണം നോൺ അഗ്രഷൻ പാക്റ്റ്, അതുപോലെ തന്നെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പേൾ ഹാർബർ അറ്റാക്ക്. സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള കാരണം ഇവിടെ പറയുന്നു. 1939 ജർമ്മനി സൈൻഡ് ആൻഡ് നോൺ അഗ്രഷൻ പാക്റ്റ് വിത്ത് സോവിയറ്റ് യൂണിയൻ. ആരുമായിട്ടാണ്? സോവിയറ്റ് യൂണിയനുമായിട്ട് ജർമ്മനി 1939 ഒരു കരാർ ഒപ്പിട്ടിരുന്നു. ആ കരാറിൻ പ്രകാരം അക്കോർഡിംഗ് ടു ദിസ് പാക്ട് ബോത്ത് ദ കൺട്രീസ് അഗ്രീഡ് നോട്ട് ടു അറ്റാക്ക് ഈച്ച് അതർ. ഇവർ പരസ്പരം ആക്രമിക്കത്തില്ല. ജർമ്മനിയും ആരും തമ്മിലാണ്? ജർമ്മനിയും സോവിയറ്റ് യൂണിയനും പരസ്പരം ആക്രമിക്കുകയില്ല എന്നുള്ള 1939 തന്നെ ഒരു കരാർ ഒപ്പിട്ടിരുന്നു. ആൻഡ് പാർട്ടീഷൻ പോളണ്ട് എന്ത് വീതം വയ്ക്കുക എന്നുള്ളത്, പോളണ്ട് വീതം വയ്ക്കാമെന്നും അതുപോലെ തന്നെ ഇവർ പരസ്പരം ആക്രമിക്കുകയില്ല എന്നുള്ളൊരു കരാർ ഇവർ തമ്മിൽ ഒപ്പിട്ടിരുന്നു. ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ഒപ്പിട്ടിരുന്നു.
However, the pact came to an end when Hitler attacked Soviet Union in 1941. 1941 ഈ കരാറിനെ മറികടന്നുകൊണ്ട് 1941 ജർമ്മനി ആരെ ആക്രമിച്ചു? സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ ആക്രമിച്ചു. അതോടുകൂടി ഇവർ തമ്മിൽ തെറ്റുകയാണ് ചെയ്യുന്നത്. ആരൊക്കെ തമ്മിലാണ്? ജർമ്മനിയും സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയും തമ്മിൽ തെറ്റുകയും ചെയ്യുന്നു. അതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് ആര് പ്രവേശിക്കുകയാണ്? സോവിയറ്റ് യൂണിയൻ പ്രവേശിക്കുകയാണ്. ഇനി നമ്മൾ ഒരാളെ കൊണ്ട് മനസ്സിലാക്കണം, അമേരിക്ക എങ്ങനെയാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? 1941 in 1941 ജപ്പാൻ അറ്റാക്ക്ഡ് പേൾ ഹാർബർ. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ആരുടെ കൂടെ നിൽക്കുന്നവരാണെന്ന് ഓർത്തിരിക്കണം. ജപ്പാൻ എന്ന് പറഞ്ഞാൽ ആരുടെ കൂടെ നിൽക്കുകയാണ്? ആക്സിസ് പവേഴ്സിൻ്റെ കൂടെ നിൽക്കുകയാണ്. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അപ്പോൾ 1941 ജപ്പാൻ അറ്റാക്ക്ഡ് പേൾ ഹാർബർ. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ആരെ ആക്രമിച്ചു? പേൾ ഹാർബറിനെ ആക്രമിച്ചു. ദ അമേരിക്കൻ നേവൽ ബേസ് ഇൻ ദ ഐലൻഡ് ഓഫ് ഹവായ്. അപ്പോൾ ഹവായ് ദ്വീപിലുള്ള അമേരിക്കയുടെ ഒരു നാവിക കേന്ദ്രമാണ് പേൾ ഹാർബർ. ആ പേൾ ഹാർബർ 1949 ജപ്പാൻ ആക്രമിച്ചു. ഈ പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കുമുള്ള രണ്ട് രാജ്യങ്ങൾക്ക്, പസഫിക് എന്ന് പറയുന്ന മേഖലയിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും, അമേരിക്കയ്ക്കും ജപ്പാനുമുള്ള സാമ്പത്തിക താല്പര്യങ്ങളാണ് ഇവർ തമ്മിലുള്ള ആക്രമിക്കാനുള്ള കാരണം. വാട്ട് പ്രോബ്ലം ജപ്പാൻ വാസ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ദീസ് കൺട്രീസ് ഇൻ ദ പസഫിക് റീജിയനിൽ രണ്ട് രാജ്യങ്ങൾക്കും, അതായത് അമേരിക്കയ്ക്കും ജപ്പാനും ഈ പസഫിക് മേഖലയിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ കാരണമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാനുള്ള കാരണം. ഒരു പ്രത്യേകിച്ച് പേൾ ഹാർബർ ആരാക്രമിക്കാനുള്ള കാരണം? ജപ്പാൻ ആക്രമിക്കാനുള്ള കാരണം. ദിസ് ഡയറക്ട്ലി ലിസഡ് ദ അമേരിക്കൻ എൻട്രി ഇൻ ടു ദ സെക്കൻഡ് വേൾഡ് വാർ. ഇതാണ് അമേരിക്ക എന്തിലേക്ക് വരാനുള്ള കാരണം? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരാനുള്ള കാരണം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ജർമ്മനിയും 1939 ജർമ്മനിയും ആരും തമ്മിലാണ്? സോവിയറ്റ് യൂണിയൻ തമ്മിൽ കരാർ ഒപ്പിട്ടിരുന്നു. ഈ കരാറിൻ പ്രകാരം പോളണ്ട് വീതം വയ്ക്കാമെന്നും അതുപോലെ തന്നെ ഇവർ പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പറഞ്ഞിരുന്നു. എന്നാൽ 1949 ഈ കരാറിനെ ലംഘിച്ചുകൊണ്ട് ആരാക്രമിച്ചു? ജർമ്മനി ആരെ കയറി ആക്രമിച്ചു? സോവിയറ്റ് യൂണിയൻ ആക്രമിച്ചു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് വരുന്നു. എന്നാൽ മറ്റൊരു സംഭവം ഇവിടെ നടക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ രംഗപ്രവേശനം 1941 ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ആരെ ആക്രമിച്ചു? അമേരിക്കയുടെ നാവിക കേന്ദ്രമായിട്ടുള്ള പേൾ ഹാർബർ ആക്രമിക്കുന്നു. ഇതിനെ തുടർന്ന് ആര് മുന്നോട്ട് വരികയാണ്? അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ വരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും, അതായത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും അലൈഡ് പവേഴ്സിൻ്റെ കൂടെയാണ് ചേർന്നത്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്നിവരെല്ലാം കൂടെ ചേർന്നിട്ട് അലൈഡ് പവേഴ്സ് ശക്തമായി തീർന്നു. ഇതിൽ ഏറ്റവും പ്രധാന ശക്തി, ആക്സിസ് പവേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ ആരാണ്? ജർമ്മനിയിൽ ഹിറ്റ്ലറും ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ, ഒന്നാം ലോക മഹായുദ്ധാനത്ത് രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. The League of Nations failed to stall the attacks of the Axis powers. Axis powers അഥവാ അച്ചുതണ്ട് ശക്തികളുടെ അവരുടെ ആക്രമണത്തെ തടയുന്നതിൽ ഫെയിൽഡ് ടു സ്റ്റാൾ, തടസ്സപ്പെടുത്തുന്നതിന് ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽഡ് ടു സ്റ്റാൾ ദ അറ്റാക്സ് ഓഫ് ദ ആക്സിസ് പവേഴ്സ്. ആക്സിസ് പവേഴ്സിൻ്റെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ ലീഗ് ഓഫ് നേഷൻസ് സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നേഷൻസ്. മറ്റ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ഈ ലീഗ് ഓഫ് നേഷൻസ് അവരെ തടഞ്ഞു നിർത്തൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ലൈക്ക് ബ്രിട്ടൻ, ഫ്രാൻസ് ഡിഡ് നോട്ട് പ്രിവെൻറ്റ് ദ അറ്റാക്സ്. ഈ പറഞ്ഞ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നേഷൻസ്. ജർമ്മനിയും ഇറ്റലിയും ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ മുതലാളിത്ത രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടൻ, ഫ്രാൻസ് എന്ന് പറയുന്നത് അലൈഡ് പവേഴ്സിനകത്ത് ഉൾപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ്. അവർ രണ്ടുപേർക്കും ഡിഡ് നോട്ട് പ്രിവെൻറ്റ് ദ അറ്റാക്സ്. ഈ അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചു തുടങ്ങിയപ്പോൾ ഇവർ രണ്ടുപേരും നോക്കി നിൽക്കുകയാണ് ചെയ്തത്. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ അതിനെ പ്രിവെൻറ്റ് ചെയ്തില്ല, അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ല. പ്രിവെൻറ്റ് ദ അറ്റാക്സ്. ദേ കൺസിഡർഡ് സോവിയറ്റ് യൂണിയൻ ബീങ് എ സോഷ്യലിസ്റ്റ് കൺട്രി ആസ് ദെയർ ചീഫ് എനിമി. അവർ വിചാരിച്ചത്, അതായത് മുതലാളിത്ത രാജ്യം എന്ന് പറയുന്നത്
ഈ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ അവർ വിചാരിച്ചത് സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയാണ് ഇവരുടെ പ്രധാനപ്പെട്ട എതിരാളി എന്നാണ് അവർ കരുതിയിരുന്നത്. അല്ലാതെ ആരല്ല, ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അല്ല ശത്രുക്കളെന്നാണ് ഇവർ കരുതിയിരുന്നത്. ദേ കൺസിഡർഡ് സോവിയറ്റ് യൂണിയൻ ബീയിങ് എ സോഷ്യലിസ്റ്റ് കൺട്രി ആസ് ദെയർ ചീഫ് എനിമി. ദിസ് പോളിസി വിത്ത് എൻകറേജ്ഡ് ഫാസിസ്റ്റ് അറ്റാക്സ്. ഫാസിസ്റ്റ് അറ്റാക്കുകളെ എൻകറേജ് ചെയ്ത ഈ പോളിസി, അതിനെ പ്രോത്സാഹിപ്പിച്ച ഈ പോളിസി, ദിസ് പോളിസി എൻകറേജ്ഡ് ഫാസിസ്റ്റ് പോളിസി അറ്റാക്സ് ഇസ് നോൺ ആസ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അപ്പീസ്മെൻറ്റ്. അപ്പീസ്മെൻറ്റ് അഥവാ പ്രീണന നയം. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകി ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രീണന നയം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ദിസ് പോളിസി വിച്ച് എൻകറേജ്ഡ് ഫാസിസ്റ്റ് അറ്റാക്സ് ഇസ് നോൺ ആസ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. ഓൺ 1 സെപ്റ്റംബർ 1939 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഇമ്മീഡിയറ്റ് കോസാണ്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, പോളണ്ട് വീതം വയ്ക്കാമെന്ന് ആര് തമ്മിൽ കരാർ ഒപ്പുവെച്ചതാണ്? ആര് തമ്മിലാണ്? ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിൽ കരാർ ഒപ്പിട്ടിരുന്നതാണ്. അതിനെയൊക്കെ ലംഘിച്ചു പോളണ്ടിനെ ആക്രമിക്കുകയില്ലെന്നും അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുന്നവർ തമ്മിൽ കരാർ ഒപ്പുവൊക്കെ വെച്ചിരുന്നതാണ്. അങ്ങനെ ഇരുന്ന സമയത്താണ് 1939 സെപ്റ്റംബർ 1 ജർമ്മനി ആരെ ആക്രമിച്ചത്? പോളണ്ടിനെ ആക്രമിച്ചത്. On 1 September 1939 Germany attacked Poland. This prompted the Allied nations to declare war against Germany that ultimately resulted in the outbreak of the Second World War. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ട് ആക്രമിച്ചു. ഇതിനെ തുടർന്ന് സെപ്റ്റംബർ 3 സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരായിട്ട് എന്ത് ചെയ്യുകയാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. This prompted the Allied nations declare war against Germany that ultimately resulted the outbreak of the Second World War. രണ്ടാം ലോക മഹായുദ്ധത്തിന് ആരംഭം കുറിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലേക്ക് ആരെ കടന്നു വരികയാണ്? അമേരിക്ക, സോവിയറ്റ് യൂണിയനെ കടന്നു വരവും കൂടാതെ ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട സമാധാന സംഘടനയായിട്ട് ലീഗ് ഓഫ് നേഷൻസിൻ്റെ പരാജയവുമാണ്. ഈ ലീഗ് ഓഫ് നേഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഈ രാജ്യങ്ങളെല്ലാം ആക്രമിച്ചു. അതായത് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ദുർബലമായ രാജ്യങ്ങളെയും മറ്റ് കോളനികളെയും ആക്രമിച്ചപ്പോൾ ഈ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഇതിനെ പ്രതിരോധിച്ചില്ല. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ കരുതിയിരുന്നത് സോഷ്യലിസ്റ്റ് രാജ്യം എന്ന് വെച്ചാൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന രാജ്യമായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ശത്രു എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ചപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ആര് നിന്നില്ല? ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ അതിനെതിർത്തില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓൺ 1 സെപ്റ്റംബർ 1939 1930 സെപ്റ്റംബർ 1 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട്. ഇതിനെ തുടർന്ന് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ഇതിനെ തുടർന്ന് ദിസ് പ്രോംപ്റ്റഡ് ദ അലൈഡ് നേഷൻസ് ഡിക്ലെയർ വാർ അഗൈൻസ്റ്റ് ജർമ്മനി ദാറ്റ് അൾട്ടിമേറ്റ് റിസൾട്ട് ദ ഔട്ട്ബ്രേക്ക് ഓഫ് സെക്കൻഡ് വേൾഡ്. അത് എന്തിലേക്ക് നയിക്കുകയാണ് ചെയ്തു? രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു. അവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ലീഗ് ഓഫ് നേഷൻ ഫെയിൽഡ് സ്റ്റാർട്ട് അറ്റാക്ക് ദ ആക്സിസ് പവേഴ്സ്. ആക്സിസ് പവേഴ്സിൻ്റെ ആക്രമണങ്ങളെ ലീഗ് ഓഫ് നേഷൻ പ്രതിരോധിച്ചിരുന്നില്ല. വെൻ ജർമ്മനി, ഇറ്റലി ആൻഡ് ജപ്പാൻ അറ്റാക്ക്ഡ് അതർ നേഷൻ മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് മുതലാളിത്ത രാജ്യങ്ങളായിട്ടുള്ള ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയവരെ ഡിഡ് നോട്ട് പ്രിവെൻറ്റ് ദ അറ്റാക്സ്. ഇതിനെ പ്രതിരോധിച്ചില്ല. ദേ കൺസിഡേർഡ്, ഈ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് വിചാരിച്ചിരുന്നത് സോവിയറ്റ് യൂണിയൻ ബീങ് എ സോഷ്യലിസ്റ്റ് കൺട്രി, സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ ആസ് ദെയർ ചീഫ് എനിമി. അപ്പോൾ മുതലാളിത്ത രാജ്യം എന്ന് പറയുന്ന മുതലാളിത്ത ആശയങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ് എയിം എന്താണ്? പ്രോഫിറ്റാണ്. സോഷ്യലിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, അവിടെ എല്ലാവരും ഒരേപോലെ കാണുന്ന അവസ്ഥയാണ്. അപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ വിചാരിച്ചത് സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ അവരുടെ പ്രധാനപ്പെട്ട എനിമി എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. ദിസ് പോളിസി വിച്ച് എൻകറേജ് ദ ഫാസിസ്റ്റ് അറ്റാക്സ്. ഈ ഫാസിസ്റ്റ് ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിച്ച, അതിനെ പ്രീണിപ്പിച്ച നയത്തെ വിളിക്കുന്ന പേരാണ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. അപ്പോൾ പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും ഭാഗം എഴുതണം. പ്രീണന നയം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. തുടർന്ന് ഓൺ 1 സെപ്റ്റംബർ 1939 ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും. ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ദിസ് പ്രോംപ്റ്റഡ് ദ അലൈഡ് നേഷൻസ് ഡിക്ലെയർ വാർ അഗൈൻസ്റ്റ് ജർമ്മനി. ഇതിനെ തുടർന്ന് അലൈഡ് നേഷൻ ജർമ്മനിക്കെതിരായിട്ട് എന്ത് ചെയ്യുന്നു? യുദ്ധം പ്രഖ്യാപിക്കുന്നു. അത് എന്തിലേക്ക് നയിക്കുകയാണ്? സെക്കൻഡ് വേൾഡ് വാറിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. എഫക്ട്സ് ഓഫ് ദ വാർ.
ഇനി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധം എങ്ങനെയാണ് അവസാനിക്കുന്നതാണ് പറയുന്നത്. ദ എൻട്രി ഓഫ് സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക ചേഞ്ച് ദ കോംപ്ലക്ഷൻ ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. ആരുടെ കടന്നുവരവാണ്? സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ് സോവിയറ്റ് യൂണിയനും അമേരിക്ക എങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തത് നമ്മൾ മനസ്സിലാക്കിയത് കാര്യമാണ്. സോവിയറ്റ് യൂണിയൻ വന്ന കാരണമെന്ന് പറയുന്നത് 1939 കരാർ ആര് ലംഘിച്ചു? സോവിയറ്റ് യൂണിയൻ ലംഘിച്ചു. അതിനെ തുടർന്ന് 1941 ഈ ജർമ്മനി സോവിയറ്റ് യൂണിയനെ 1939 ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള കരാറിൻ പ്രകാരം ഇവർ തമ്മിൽ പരസ്പരം ആക്രമിക്കുകയില്ലെന്നും പോളണ്ടിനെ വീതം വയ്ക്കാമെന്നുള്ള കരാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് 1941 റഷ്യ ആരാക്രമിച്ചു, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ആരാക്രമിച്ചു? ജർമ്മനി ആക്രമിച്ചു. അതാണ് കാരണം. അതുപോലെ തന്നെ പേൾ ഹാർബർ ആരാക്രമിച്ചു? അമേരിക്കയുടെ നാവികേന്ദ്രമായിട്ടുള്ള പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചാണ് അമേരിക്ക കടന്നു വരാനുള്ള കാരണം. ദ എൻട്രി ഓഫ് സോവിയറ്റ് യൂണിയൻ അമേരിക്ക ചേഞ്ച് ദ കോംപ്ലക്ഷൻ ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും കടന്നുവരവ് ഗതി മാറ്റുന്നതായിരുന്നു. സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ കടന്നു വളരെ രണ്ടാം ലോകത്തിന് ഗതി മാറ്റിമറിക്കുന്നതിന് കാരണമായി തീർന്നു. ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത് സ്റ്റാൻഡ് ദ അറ്റാക്ക്, സറണ്ടേർഡ് ഇമ്മീഡിയറ്റ്ലി. ഇറ്റലിക്കും ജർമ്മനിക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അയ്യോ, ഈ രാജ്യങ്ങളുടെ എല്ലാം ആരൊക്കെ ചേർന്നിട്ടാണ് ആക്രമിക്കുന്നത്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, അതിനോടൊപ്പം ആരും കൂടെ കയറിയാണ്? അമേരിക്ക സോവിയറ്റ് യൂണിയനോട് ചേരിയാണ്. ഇവരുടെ എല്ലാ ആക്രമണത്തിന് ആർക്ക് പ്രതിരോധിക്കാൻ സാധിച്ചില്ല? ജർമ്മനിക്ക് പ്രതിരോധിക്കാൻ സാധിച്ചില്ല. ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത് സ്റ്റാൻഡ്, പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. കുഡ് നോട്ട് വിത്ത് സ്റ്റാൻഡ് ദ അറ്റാക്സ് ആൻഡ് സറണ്ടേർഡ് ഇമ്മീഡിയറ്റ്. അവർ പെട്ടെന്ന് തന്നെ കീഴടങ്ങി. മുസോളിനി വാസ് കിൽഡ് ബൈ ലോക്കൽ പാർട്ടിസൻസ്. മുസോളിനിയെ നാട്ടുകാർ പിടികൂടി വധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പൊതുസ്ഥലത്ത് അദ്ദേഹത്തെ ഹാങ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ച നാട്ടുകാർ പിടികൂടി വധിക്കുകയാണ് അദ്ദേഹത്തെ ചെയ്തത്. മുസോളിനി വാസ് കിൽഡ് ബൈ ദ ലോക്കൽ പാർട്ടിസൻസ്. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയാണ്. ഹിറ്റ്ലർ അവസാനം അദ്ദേഹത്തിൻ്റെ ഒരു ബങ്കറിൽ വെച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. സൈനൈഡ് കഴിച്ചാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഈവ ബ്രൗൺ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് അടുപ്പമുണ്ടായിരുന്നു. അവസാനം അദ്ദേഹത്തിന് 56 വയസ്സാണ്. മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 56. ഈവ ബ്രൗണിന് 33 വയസ്സുമാണുള്ളത്. ആ സമയത്ത് അവർ അവസാനം ഒരു 40 മണിക്കൂർ മാത്രമേ 40 മണിക്കൂർ മുമ്പ് മാത്രമാണ് അവർ വിവാഹത്തിലേർപ്പെട്ടത്. വിവാഹം ഒപ്പിടുന്നതിന് വേണ്ടിയിട്ട് ഒരു രജിസ്ട്രാർ അവിടെ ഉണ്ടായിരുന്നു. അവർ അവസാനത്തിലൊരു വിവാഹ സമ്മേളനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതിനുശേഷം സൈനൈഡ് കഴിച്ച് ഇരുവരും ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്യൂറർ ബങ്കർ എന്നാണ് അതിനറിയപ്പെടുന്നത്. ബങ്കറിലാണ്, അത് ഭൂമിക്കടിയിലായി കുഴിക്കപ്പെട്ടൊരു ബങ്കറിലാണ് ഇവർ താമസിച്ചിരുന്നത്. അവിടെ വെച്ച് ആത്മഹത്യയാണ് ചെയ്യുന്നത്. ആരെ പിടിക്കുമെന്നുള്ള വിചാരത്തിലാണ് ഈ പറഞ്ഞ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ആരെയാണ് ഈ ഹിറ്റ്ലറെ പിടികൂടും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. മുസോളിനി വാസ് കിൽഡ് ബൈ ലോക്കൽ പാർട്ടീസ്. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ദ സോവിയറ്റ് ആർമി മൂവ്ഡ് ടുവേർഡ്സ് ജപ്പാൻ ത്രൂ ദ ട്രാൻസ് സൈബീരിയ. ദ സോവിയറ്റ് ആർമി മൂവ്ഡ് ടുവേർഡ്സ് ജപ്പാൻ. ഇനി ആരും കൂടിയേ ഉള്ളൂ. ഇപ്പോൾ ജർമ്മനിയും ഇറ്റലിയും തീർന്നു. അവരവരുടെ കാര്യങ്ങളും. ഇറ്റലിയിൽ നമ്മൾ ബെനിറ്റോ മുസോളിനിയെ പിടികൂടി വധിച്ചു. ജർമ്മനിയിൽ ആരാണ്? അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരാളും കൂടിയുള്ളൂ. ആരാണ്? ജപ്പാൻ. ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ദ സോവിയറ്റ് ആർമി. തുടർന്ന് ദ സോവിയറ്റ് ആർമി മൂവ്ഡ് ടുവേർഡ്സ് എങ്ങോട്ടേക്കാണ്? ജപ്പാനിലേക്ക് ത്രൂ ട്രാൻസ് സൈബീരിയ. ഏത് മാർഗ്ഗമാണ്? ട്രാൻസ് സൈബീരിയ എന്ന മാർഗ്ഗത്തിലൂടെ ജപ്പാനിലേക്ക് മുന്നേറുകയാണ്. അപ്പോൾ ആര് കീഴടങ്ങിയിരുന്നില്ല? ജപ്പാൻ കീഴടങ്ങിയിരുന്നില്ല. ബട്ട് ബിഫോർ ഇറ്റ് കുഡ് നോട്ട് റീച്ച് ജപ്പാൻ. അവരെത്തുന്നതിന് മുന്നേ ആരാണ്? സോവിയറ്റ് ആർമി അവിടെ എത്തുന്നതിന് മുന്നേ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്രോപ്പ്ഡ് 2 ആറ്റം ബംസ് ഇൻ ജപ്പാൻ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ത് ചെയ്യാണ്? 2 ആറ്റം ബോംബുകൾ ഇടുകയാണ്. എവിടെയാണ്? എന്നാൽ സോവിയറ്റ് യൂണിയൻ എത്തുന്നതിനും അമേരിക്ക 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് ഹിരോഷിമയിലും ഓഗസ്റ്റ് 6 ഫാറ്റ്മാൻ എന്ന അണുബോംബ് നാഗസാക്കിയിലും വർഷിച്ചു. അതോടെ ജപ്പാനും കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്രോപ്പ്ഡ് 2 ആറ്റം ബോംബ്സ് ഇൻ ജപ്പാൻ, ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമ 6th August 1945 ആൻഡ് ഫാറ്റ്മാൻ ഇൻ നാഗസാക്കി ഓൺ 9th August. സൂൺ ജപ്പാൻ സറണ്ടേഡ്. തുടർന്ന് ജപ്പാനും കീഴടങ്ങി. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയിരിക്കുക. അവിടെ 2 ഭാഗമുണ്ട്. ലിറ്റിൽ ബോയ് എന്ന് വെച്ചാൽ ആദ്യം ചെറുതെന്ന് ഓർത്തിരിക്കുക, പിന്നെ വലുത്. ലിറ്റിൽ ചെറുത്, ഫാറ്റ് തടിച്ച, പിന്നീട് വലുത്. 6th August
ലിറ്റിൽ ബോയ് എന്നാണ് വർഷിച്ചത് 6th ഓഗസ്റ്റിനാണ്. ഫാറ്റ്മാൻ വർഷിച്ചത് 9th ഓഗസ്റ്റിനാണ്. 6, 6, 9 തിരിച്ചിട്ട് 9 അത് ഒന്ന് വാർത്തിരിക്കുക. ആദ്യം 6 പിന്നീട് 9 ഓഗസ്റ്റ്. സൂൺ ജപ്പാൻ സറണ്ടേഡ്. അങ്ങനെ ജപ്പാനും കീഴടങ്ങിയാണ്. ആദ്യം ഹിരോഷിമ, പിന്നെ നാഗാസാക്കി. അപ്പോൾ ഇതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയാണ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ കാര്യം മനസ്സിലാക്കണം. ആരുടെ കടന്നുവരാണ്? എൻട്രി ഓഫ് സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക. എൻട്രി ഓഫ് സോവിയറ്റ് യൂണിയൻ അമേരിക്ക ചേഞ്ച് ദ കോംപ്ലക്ഷൻ ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഗതി മാറ്റുന്നതായിരുന്നു അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയനെ കടന്നുവരവ്. ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത് സ്റ്റാൻഡ് അറ്റാക്കിനെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ആൻഡ് സറണ്ടേഡ് ഇമ്മീഡിയറ്റ്ലി. അവർ പെട്ടെന്ന് തന്നെ കീഴടങ്ങുകയും ചെയ്തു. മുസോളിനി വാസ് കിൽഡ് ബൈ ലോക്കൽ പാർട്ടിസൻസിലായി ആര് കൊല്ലപ്പെട്ടു? പിടികൂടി വധിക്കുകയാണ് ചെയ്യുന്നത് മുസോളിനിയെ. തുടർന്ന് ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഒരാളും കൂടിയുള്ള ജപ്പാൻ. സോവിയറ്റ് ആർമി മൂവ്ഡ് ടുവേർഡ്സ് ജപ്പാൻ. സോവിയറ്റ് ആർമി എവിടേക്ക് പോവുകയാണ്? ജപ്പാനിലേക്ക് പോവുകയാണ്. ത്രൂ ട്രാൻസ് സൈബീരിയ വഴിയാണ് പോകുന്നത്. ബട്ട് ബിഫോർ ഇറ്റ് കുഡ് റീച്ച് ദ ജപ്പാൻ. അവരവിടെ എത്തുന്നതിന് മുന്നേ, ജപ്പാനിലെത്തുന്നതിന് മുന്നേ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഡ്രോപ്പ്ഡ് 2 ആറ്റം ബോംബ്. 2 ആറ്റം ബോംബുകൾ വർഷിച്ചു ഇൻ ജപ്പാനിലാണ്. ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമയിൽ നിക്ഷേപിച്ചതാണ് ലിറ്റിൽ ബോയും. 6th ഓഗസ്റ്റ് 1945 ആൻഡ് ഫാറ്റ്മാൻ ഇൻ നാഗാസാക്കി ഓൺ 9th ഓഗസ്റ്റ്. സൂൺ ജപ്പാൻ സറണ്ടേഡ്. അങ്ങനെ ജപ്പാനും കീഴടങ്ങുകയും ചെയ്തു. ഇനി നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങളാണ് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഓവർ 10 മില്യൺ പീപ്പിൾ ഡയഡ്. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി തീർന്നു. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും, വിജയിച്ച രാജ്യങ്ങളുടെയും പരാജയപ്പെട്ട രാജ്യങ്ങളുടെയും എല്ലാ സാമ്പത്തിക നില തകരാറിലായി തീർന്നു. യൂറോപ്യൻ ഡോമിനൻസ് വേൾഡ് ഡിമിനിഷ്ഡ്. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോക മേധാവിത്വം തകർന്നു. ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെല്ലാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ശക്തമായി തീർന്നു. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഏഷ്യയിലും ആഫ്രിക്കയിലെല്ലാം സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ ശക്തിപ്പെടുന്നതിന് കാരണമായി തീർന്നു. ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമർജ്ഡ് ആസ് എ ഗ്ലോബൽ പവർ. അമേരിക്ക സോവിയറ്റ് യൂണിയൻ ഒരു ഗ്ലോബൽ ശക്തിയായിട്ട് മാറി. സോവിയറ്റ് യൂണിയൻ വൻ ശക്തികളുമായിട്ട് മാറുകയാണ്. ഇൻ എ ബിഡ് ടു പ്രിസർവ് മെയിൻറ്റെയിൻ വേൾഡ് പീസ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. അപ്പോൾ ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുകയാണ്. അപ്പോൾ ഒന്നാം ലോക യുദ്ധാനന്തരം രൂപീകരിച്ചതാണ്. ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിച്ചാണ് ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സഖ്യം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ടതാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസ്. അപ്പോൾ എളുപ്പമാണ്. ഓവർ 10 മില്യൺ പീപ്പിൾ ഡയഡ്. ദശലക്ഷക്കണക്കിന് പേർ കൊല്ലപ്പെട്ടു. എക്കണോമിക് സിസ്റ്റം ഓഫ് ദി യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നില താറുമാറായി തീർന്നു. അതുപോലെ തന്നെ യൂറോപ്യൻ ഡോമിനേഷൻ വേൾഡ് ഡിമിനിഷ്ഡ്. യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തികം, അവരുടെ ആധിപത്യം തകർന്നു. ഏഷ്യയിലും ആഫ്രിക്കയിലെ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. അമേരിക്ക സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി തീർന്നു. അതുപോലെ തന്നെ ലോക സമാധാനം സംരക്ഷിക്കുന്നതിനായിട്ട് വരികയാണ്? ഒരു ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കുകയും ചെയ്യുന്നു. ഈ പോയിൻ്റുകൾ വെച്ചാണ് നമ്മളിനി അടുത്ത ഭാഗത്തേക്ക് പഠിക്കേണ്ടത്. പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഏഷ്യൻ ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. ഈ പോയിന്റ് വെച്ച് നമ്മൾ അടുത്ത് പഠിക്കണം. അതുപോലെ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമർജ്ഡ് ഗ്ലോബൽ പവേഴ്സ്, ഇതും വെച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ UNOയുടെ കാര്യം, അടുത്ത മൂന്നാമത്തെ പോയിൻ്റായിട്ട് UNO, ആ പോയിന്റ് വെച്ച് നമ്മൾ പഠിക്കാനുണ്ട്. മുന്നോട്ടുള്ള ഭാഗത്തിൽ അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞ ഈ പോയിന്റിൻ്റെ ബാക്കിയാണ് അവിടെ കിടന്നുള്ള ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ രൂപീകരിച്ചെന്ന് പറഞ്ഞില്ലേ, ആ ഭാഗമാണ് ഈ പറയുന്നത്. After the World War, after the Second World War, efforts were taken to set up an organization for preserving the global peace. അപ്പോൾ രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള സംഘടനയ്ക്കായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. After the Second World War, efforts were taken to set up organization for preserving global peace. അപ്പോൾ ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് സംഘടനയ്ക്കായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു.
ദിസ് റിസൾട്ടഡ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ 24 ഒക്ടോബർ 1945. ഇതിൻ്റെ ഫലമായിട്ടാണ് ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് 1945 ഒക്ടോബർ 24 രൂപീകരിക്കപ്പെട്ട ഏതാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. This resulted in the establishment of the United Nations Organization on 24 October 1945. The headquarters of the UN is New York. ഇതിൻ്റെ ഹെഡ് അമേരിക്കയുടെ തലസ്ഥാനമായിട്ടുള്ള അമേരിക്കയിലെ ന്യൂയോർക്കാണ്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. The headquarters of the UN is New York, United Nations of America. Some of its objectives, അതിൻ്റെ ലക്ഷ്യങ്ങൾ, some of its objectives are to save succeeding generation from the scourge of war. ഒന്നാമത്തെ ഇതിൻ്റെ ഒബ്ജക്റ്റീവാണ്, ലക്ഷ്യമാണ് some of its objectives. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക. ഒന്നാമത്തേത് ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും രക്ഷിക്കുക. സ്കറേജ് എന്ന് വെച്ചാൽ ചൂഷണം, അതാണ് ചൂഷണത്തിൽ നിന്നും അതിൻ്റെ ഭീതിയിൽ നിന്നും എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ യുദ്ധഭീതിയിൽ നിന്നും സംരക്ഷിക്കുക ഭാവി തലമുറയെ. അപ്പോൾ എന്താണ് സം ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആർ സേവ് ദ സക്സീഡിങ് ജനറേഷൻ ഫ്രം ദ സ്കറേജ് ഓഫ് വാർ. യുദ്ധഭീതിയിൽ നിന്നും ഭാവി തലമുറയെ രക്ഷിക്കുക ഒന്നാമത്തെ. രണ്ടാമത്തെ ടു പ്രൊട്ടക്ട് ദ ഇൻ്റർനാഷണൽ ട്രീറ്റീസ്, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളെയൊക്കെ സംരക്ഷിക്കുക. യുഎൻഒയുടെ രണ്ടാമത്തെ ലക്ഷ്യമാണ് ടു പ്രൊട്ടക്റ്റ് ദ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്, അന്താരാഷ്ട്ര ഉടമ്പടികളെയും അതുപോലെ നിയമങ്ങളെയൊക്കെ സംരക്ഷിക്കുക. അടുത്ത മൂന്നാമത്തത് ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രീസ്. അപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രൊട്ടക്ട് ദ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്, ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഫോസ്റ്റർ എന്ന് വെച്ചാൽ പരിപോഷിപ്പിക്കുക, അതാണ് ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. രണ്ട് രീതിയിലാണ് സാമൂഹിക സാമ്പത്തിക വികസന പരിപാടികളെയൊക്കെ എന്ത് ചെയ്യുക, പരിപോഷിപ്പിക്കുക. രാജ്യത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ലോകത്തിൻ്റെ രാഷ്ട്ര പുരോഗതികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങൾ 3 ഒന്നാമത്തത് സേവ് ദ സക്സീഡിങ് ജനറേഷൻ ഫ്രം ദ സ്കറേജ് ഓഫ് വാർ. രണ്ടാമത് ടു പ്രൊട്ടക്ട് ദ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്. മൂന്നാമത്തത് ഫോസ്റ്റർ സോഷ്യൽ എക്കണോമിക് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രീസ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി. ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രീസ്. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്ന് സംരക്ഷിക്കുക, അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക, ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നീ കാര്യങ്ങളാണ് ഈ പറഞ്ഞ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ. കോളനീസ് ബിക്കം ഫ്രീ. കോളനികൾ സ്വതന്ത്രമാകുന്നു. പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ഡോമിനൻസ് ഓഫ് ഇമ്പീരിയൽ പവേഴ്സ് വാസ് ക്വസ്റ്റ്യൻഡ്. അപ്പോൾ രണ്ടാം ലോകയുദ്ധാനന്തരം സാമ്രാജ്യ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ഡോമിനൻസ് ഓഫ് ഇമ്പീരിയൽ പവേഴ്സ്, സാമ്രാജ്യ രാജ്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ബ്രിട്ടൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ സാമ്രാജ്യ താല്പര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ തുടങ്ങി. രണ്ടാം ലോകയുദ്ധാനന്തരം സാമ്രാജ്യ ശക്തികളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. യൂറോപ്യൻ കൺട്രീസ് കുഡ് നോട്ട് സപ്രസ് ദ ഇൻറ്റൻസിഫൈഡ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ കോളനീസ്. അതിനാൽ ഈ കോളനികളിൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള കോളനികൾ ഉയർന്നു വന്ന ദേശീയ സമരങ്ങൾ, തീവ്രമായിട്ടുള്ള ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ്, ദേശീയ സമര പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തുന്നില്ല അവർക്ക്. അതിനാൽ കോളനികൾ ഉയർന്ന ദേശീയ സമരം നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞില്ല. യൂറോപ്യൻ കൺട്രീസ് കുഡ് നോട്ട് സപ്രസ് ദ ഇൻറ്റൻസിഫൈഡ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ കോളനീസ്. കോളനികളിൽ ഉയർന്നു വന്ന ദേശീയ സമര പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ ആർക്ക് സാധിച്ചില്ല? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിച്ചില്ല. USA and USSR which emerged as സൂപ്പർ പവേഴ്സ്. രണ്ട് രാജ്യങ്ങളാണ്, USAയും USSR. രണ്ടാം ലോക യുദ്ധാനന്തരം രണ്ട് വൻ ശക്തികളായി ഉയർന്നു വന്നു. ആരൊക്കെയാണ്? അമേരിക്കയും സോവിയറ്റ് യൂണിയനും. The USA and USSR which emerged as a super powers after the Second World War. രണ്ടാം ലോക മഹായുദ്ധാനന്തരം അമേരിക്കയും സോവിയറ്റ് യൂണിയൻ വൻ ശക്തികളായി വളർന്നു വന്നു. സപ്പോർട്ടഡ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ വേരിയസ് യൂറോപ്യൻ കോളനീസ്. ഇവർ രണ്ടുപേരും ആരെ സഹായിച്ചു?
ഇവർ രണ്ടുപേരും കോളനികളെ സഹായിച്ചു. സപ്പോർട്ടഡ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ വേരിയസ് യൂറോപ്യൻ കോളനീസ്. യൂറോപ്യൻ കോളനികളിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ ഈ പറഞ്ഞ വൻ ശക്തികളായി ഉയർന്നു വന്ന സോവിയറ്റ് യൂണിയനും അമേരിക്ക സഹായിച്ചു. ദ USA ആൻഡ് USSR വിച്ച് എമർജ് ആസ് സൂപ്പർ പവേഴ്സ് ആഫ്റ്റർ ദ സെക്കൻഡ് വാർ. രണ്ടാം ലോക മഹായുദ്ധാനന്തരം വളർന്നു വന്ന അമേരിക്കയെ സോവിയറ്റ് യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളിലെ കോളനി പ്രദേശങ്ങളിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ സഹായിച്ചു. ഗ്രാജുവലി കോളനി സ്റ്റാർട്ടഡ് ടു സെക്യൂർ ഫ്രീഡം ഫ്രം ദ ഇമ്പീരിയലിസ്റ്റ് കൺട്രോൾ. പതിയെ കോളനി രാജ്യങ്ങൾ, ഈ സാമ്രാജ്യ രാജ്യങ്ങൾ, ഈ സാമ്രാജ്യ ശക്തികളുടെ ഭരണത്തിൽ നിന്നും പതിയെ ഈ കോളനികൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഗ്രാജുവലി കോളനി സ്റ്റാർട്ടഡ് ടു സെക്യൂർ ഫ്രീഡം ഫ്രം ദ ഇമ്പീരിയലിസ്റ്റ് കൺട്രോൾ. ദിസ് പ്രോസസ് ഇസ് കാൾഡ് ഡീകോളനൈസേഷൻ. ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഡീകോളനൈസേഷൻ അഥവാ അപകോളനീകരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഡീകോളനൈസേഷൻ അഥവാ അപകോളനീകരണം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. രണ്ടാം ലോക മഹായുദ്ധാനന്തരം വളർന്നു വന്ന വൻശക്തികളായിട്ടുള്ള സോവിയറ്റ് യൂണിയനും അമേരിക്കയും സാമ്രാജ്യ ശക്തികൾക്കെതിരായിട്ടുള്ള ദേശീയ സമര പ്രസ്ഥാനങ്ങളിൽ സഹായിച്ചു. കോളനികളിൽ നടക്കുന്ന ദേശീയ സമര പ്രസ്ഥാനങ്ങളെ സഹായിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഈ കോളനികൾ സാമ്രാജ്യ രാജ്യങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് അപകോളനീകരണം അഥവാ ഡീകോളനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ ഡോമിനൻസ് ഓഫ് ഇമ്പീരിയൽ പവേഴ്സ് വാസ് ക്വസ്റ്റ്യൻഡ്. സ്വാതന്ത്ര്യാനന്തരം ഈ പറഞ്ഞ സാമ്രാജ്യ രാജ്യങ്ങളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി, ആധിപത്യം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ അതിനെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ രാജ്യങ്ങളിൽ വളർന്നു വന്ന തീവ്രമായിട്ടുള്ള ദേശീയ സമര പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ സാധിച്ചില്ല. USA ആൻഡ് USSR, അപ്പോഴാണ് ഈ രണ്ടാം ലോക മഹായുദ്ധാനന്തരം വളർന്നു വന്ന രണ്ട് ശക്തികളായിട്ടുള്ള USA ആൻഡ് USSR വിച്ച് എമർജ് ആസ് സൂപ്പർ പവേഴ്സ് വളർന്നു വന്ന ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ സപ്പോർട്ട് ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ വേരിയസ് യൂറോപ്യൻ കോളനീസ്. യൂറോപ്യൻ കോളനികളുടെ ഫ്രീഡം മൂവ്മെൻറ്റിനെ സഹായിക്കുകയുണ്ടായി. ഗ്രാജുവൽ കോളനീസ് ബിക്കം സെക്യൂർ ടു ഫ്രീഡം ഫ്രം ദ ഇമ്പീരിയലിസ്റ്റ് കൺട്രോൾ. തുടർന്ന് ഈ രാജ്യങ്ങൾ ഈ സാമ്രാജ്യ രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? കോളനികൾ, ഈ കോളനി പ്രദേശങ്ങൾ സാമ്രാജ്യ രാജ്യങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്തു. ദിസ് പ്രോസസ് ഇസ് കാൾഡ് ഡീകോളനൈസേഷൻ. ഈ പ്രക്രിയ വിളിക്കുന്ന പേരാണ് അപകോളനീകരണം എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ സ്വാതന്ത്ര്യം നേടിയെടുത്ത കുറച്ച് രാജ്യങ്ങളിലും അതിന് നേതൃത്വം വഹിച്ച നേതാക്കന്മാരെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിൽ മഹാത്മാഗാന്ധി, അതുപോലെ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്ക, ക്വാമെ നക്രൂമ, അതുപോലെ ഘാന, ജോമോ കെനിയാത്ത കെനിയ തുടങ്ങിയ പ്രദേശങ്ങൾ. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് രണ്ടാം ലോക മഹായുദ്ധാനന്തരം വളർന്നു വന്ന രണ്ട് വൻശക്തികളാണ് ആരൊക്കെ? അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ഇനി അവർ തമ്മിലുള്ള ആശയപരമായ ഏറ്റുമുട്ടലാണ്, ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. ആശയപരമായ സംഘടന, നേരിട്ടുള്ള ഏറ്റുമുട്ടലല്ല, ആശയം കൊണ്ടുള്ള ഏറ്റുമുട്ടൽ. സോഷ്യലിസ്റ്റ് ആശയമാണ് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ പിന്തുടരുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും ഒരുപോലെ കാണുന്ന അവസ്ഥ, സോഷ്യലിസം എന്നുള്ളതാണ് പിന്തുടരുന്നത്. ക്യാപിറ്റലിസം പിന്തുടരുന്ന രാജ്യമാണ് അമേരിക്ക. ഇവർ തമ്മിൽ തെറ്റുന്നു, ഇവർ തമ്മിൽ ആശയപരമായിട്ടുള്ള ഒരു സംഘർഷം ഉണ്ടാകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് കോൾഡ് വാർ അഥവാ ശീതസമരം എന്ന് പറയുന്നത്. ദി USA ആൻഡ് USSR ഫോംഡ് കോൾഡ് വാർ. നമ്മൾ അതിനെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ശീതസമരം. The USA and USSR that formed anti-fascist alliance during the Second World War. അപ്പോൾ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആർക്കെതിരായിട്ടാണ്? ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തിനെതിരെ രൂപം കൊണ്ടതാണ്. ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തിൽ രൂപം കൊണ്ട ആൾക്കാരാണ്. ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യം എന്ന് പറയുന്നത് ആരൊക്കെയുണ്ട്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അതുപോലെ തന്നെ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലുള്ളതല്ലേ. അപ്പോൾ ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തിനകത്ത് ഇവരൊക്കെ ഉള്ളവരാണ്, ഇവരൊക്കെ ഒരുമിച്ച് നിന്നവരാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, ചൈന, അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മൾ അമേരിക്ക, ഇവരെല്ലാം കൂടെ ഒരുമിച്ചാണ് നിന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. USA ആൻഡ് USSR that formed anti-fascist alliance during the Second World War parted from each other after the war. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഫാസിസത്തിനെതിരെ ഒന്നിച്ച് നിന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ സോവിയറ്റ് യൂണിയനും അമേരിക്കയും. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവർ രണ്ടുപേരും രണ്ടായിട്ട് മാറി. The USA and USSR that formed anti-fascist alliance during the Second World War parted from each other after the war. The USA floated a new alliance. USA ഒരു പുതിയ സഖ്യത്തിന് രൂപം നൽകിയാണ്. The USA floated a
ന്യൂ അലയൻസ് രൂപീകരിക്കുകയാണ്, കൊണ്ടുവരികയാണ്. USA ഫ്ലോട്ടഡ് എ ന്യൂ അലയൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്. മുതലാളിത്ത രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പുതിയ അലയൻസ് കൊണ്ടുവരികയാണ്. USA ഫ്ലോട്ടഡ് എ ന്യൂ അലയൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് വൈൽ ദ USSR ലെഡ് സോഷ്യലിസ്റ്റ് നേഷൻസ്. അതേസമയം USSR അതായത് സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സഖ്യത്തിന് രൂപം നൽകുകയും ചെയ്യുന്നു. USA മുതലാളിത്ത രാജ്യങ്ങളെല്ലാം ഒന്നിപ്പിച്ചുകൊണ്ട് പുതിയ സഖ്യത്തിനും USSR സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സഖ്യത്തിന് രൂപം നൽകുന്നു. ദീസ് ടു ബ്ലോക്സ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക്, ഈ രണ്ട് ബ്ലോക്കുകൾ ആരൊക്കെ തമ്മിൽ, രണ്ട് വിങ്ങുകൾ, രണ്ട് ഭാഗങ്ങളാണ്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ് ആശയങ്ങളും മുതലാളിത്ത ആശയങ്ങളും പിന്തുടരുന്നത്. ദീസ് ടു ബ്ലോക്സ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ദാറ്റ് റെപ്രസെൻറ്റഡ് കോൺട്രാഡിക്ടറി ഐഡിയാസ് കണ്ടിന്യൂഡ് ദർ പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാസ്. ഈ രണ്ട് ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളെയും വിളിക്കുന്ന പേരാണ് ശീതസമരം എന്ന് പറയുന്നത്. ദീസ് ടു ബ്ലോക്സ് ഈ രണ്ട് ആശയങ്ങൾ പിന്തുടരുന്ന ആൾക്കാർ എന്നാണ് ബ്ലോക്ക് ദാറ്റ് റെപ്രസെൻറ്റഡ്. ഇവർ പിന്തുടരുന്നത് എങ്ങനെയാണ്? കോൺട്രാഡിക്ടറി ഐഡിയാസ് ആണ്, വൈരുദ്ധ്യമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ്. ഒരാശയം ക്യാപിറ്റലിസം ആണെങ്കിൽ മറ്റൊരാശയം സോഷ്യലിസമാണ്. ഈ രണ്ട് ആശയങ്ങൾ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോകില്ല. ഈ ആശയങ്ങൾ തമ്മിലുള്ള ഈ വൈരുദ്ധ്യാത്മകമായ ആശയങ്ങൾ കണ്ടിന്യൂഡ്, അത് തുടർന്ന് എന്തിലേക്കാണ്? പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക്കൽ വാസ്, രാഷ്ട്രീയവും നയതന്ത്രപരമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്നു. ദിസ് എൻമിറ്റി, ഈ ശത്രുത ബേസ്ഡ് ഓൺ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? ദിസ് എൻമിറ്റി, ഈ ശത്രുത എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? ദിസ് എൻമിറ്റി ബേസ്ഡ് ഓൺ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്, ആശയപരമായ സംഘടനമാണ്. ആൻഡ് ഡിപ്ലോമാറ്റിക്കൽ കൺഫ്രണ്ടേഷൻ നയതന്ത്ര ഏറ്റുമുട്ടലുകളാണ്. അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് ദിസ് എൻമിറ്റി വാസ് ബേസ്ഡ് ഓൺ ഈ ശത്രുത എന്ന് പറയുന്നത് ദിസ് എൻമിറ്റി വാസ് ബേസ്ഡ് ഓൺ ദി ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിപ്ലോമാറ്റിക് കൺഫ്രണ്ടേഷൻ വാസ് കോൾഡ് ദ കോൾഡ് വാർ. ആശയപരമായ ഭിന്നതയും നയതന്ത്ര ഏറ്റുമുട്ടലുകളെയും അതുപോലെ നയതന്ത്ര ഏറ്റുമുട്ടലുകളുമാണ് ഈ കോൾഡ് വാറിൻ്റെ അടിസ്ഥാനം. കോൾഡ് വാറിൻ്റെ അടിസ്ഥാനം എന്താ? ശീതസമരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആശയപരമായ സംഘർഷവും അതുപോലെ നയതന്ത്രപരമായ ഏറ്റുമുട്ടലുകളുമാണ് ഇതിൻ്റെ അടിസ്ഥാനം. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അവിശ്വാസവുമാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഐഡിയോളജി, ഈ കോൾഡ് വാറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ കോൾഡ് വാർ എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ എന്താണ്? ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്, ആശയപരമായ സംഘട്ടനമാണ്. സോഷ്യലിസവും ക്യാപിറ്റലിസവും തമ്മിലുള്ള ആശയപരമായ സംഘട്ടനത്തെ വിളിക്കുന്ന പേരാണ് കോൾഡ് വാർ. അപ്പോൾ USA ആൻഡ് USSR that formed anti-fascist alliance during the Second World War. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തിൽ ചേർന്നവരാണ് ഇവരെല്ലാം. എന്നിട്ട് രണ്ടാം ലോക മഹായുദ്ധാനത്തിന് പാർട്ട് ഫ്രം ഈച്ച് അതർ, രണ്ട് വഴിക്കായി മാറി. ദി USA ഫ്ലോട്ടഡ് എ ന്യൂ അലയൻസ്, USA ഒരു പുതിയ സഖ്യം കൊണ്ടുവന്നു. ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിന് നേതൃത്വമില്ല, മുതലാളിത്ത രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ USA ഒരു പുതിയ സഖ്യം കൊണ്ടുവന്നു. അപ്പോൾ അതേസമയം തന്നെ വൈൽ ദി USSR ലെഡ് സോഷ്യലിസ്റ്റ് നേഷൻ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ USSR പുതിയൊരു സഖ്യം കൊണ്ടുവന്നു. ദീസ് ടു ബ്ലോക്സ്, ഈ രണ്ട് ബ്ലോക്കുകളും എന്ത് ചെയ്യാണ്? സോഷ്യലിസ്റ്റ് ബ്ലോക്കും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും കൂടെ ചേർന്നിട്ട് ഇവർ രണ്ടുപേരും പിന്തുടരുന്ന കോൺട്രാഡിക്ടറി ഐഡിയാസാണ്. ആ വൈരുദ്ധ്യാത്മകതയിലെ വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ് പിന്തുടരുന്നത്. ഈ ആശയം കണ്ടിന്യൂഡ് തുടർന്ന് എന്തിലേക്കാണ്? പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാസ്. പൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ ആശയപരമായിട്ടുള്ള സംഘർഷവും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക് എന്ന് വെച്ചാൽ നയതന്ത്രപരമായിട്ടുള്ള അതുപോലെ തന്നെ പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു. ഈ സംഘർഷം ദിസ് എൻമിറ്റി വാസ് ബേസ്ഡ് ഓൺ, ഈ ശത്രുത എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നു? ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റിൻ്റെയും അതുപോലെ തന്നെ നയതന്ത്ര ഏറ്റുമുട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശീതസമരം നടക്കുന്നത്. ഈ ശീതസമരം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ചാണ്. അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ബെർണാഡ് ബറൂച്ചാണ് ശീതസമരം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. വാൾട്ടർ ലിപ്മാൻ്റെ ഒരു കൃതിയുണ്ട്. വാൾട്ടർ ലിപ്മാൻ എഴുതിയ ശീതസമരം എന്ന ഗ്രന്ഥം ഇതിന് കൂടുതൽ പ്രചാരം നൽകിയുണ്ടായി, ശീതസമരം എന്ന വാക്കിന്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കോൾഡ് വാറിൽ രണ്ട് സഖ്യങ്ങൾ രൂപീകരിച്ചെന്ന് പറയുന്നത് ഒന്ന് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുടെ സഖ്യമായിട്ടുള്ള USAയുടെയും മറ്റൊന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടർന്ന USSRൻ്റെയും. അപ്പോൾ മിലിറ്ററി പാക്സ് അവർ തമ്മിലുള്ളൊരു സഖ്യങ്ങൾ രൂപീകരിക്കും. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലും സഖ്യങ്ങൾ രൂപീകരിച്ചതുപോലെ ഇവിടെയും കുറേ സഖ്യങ്ങളുണ്ട്. സഖ്യങ്ങളുടെ പേര് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓഫ് ഓർഗനൈസേഷൻ, അമേരിക്ക ആൻഡ് അലൈസ്. അമേരിക്കയും അതിൻ്റെ സഖ്യശക്തികളും രൂപീകരിച്ചാണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ.
അടുത്തത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ, സീറ്റോ. അമേരിക്കാൻ്റെ അലയൻസ്, അമേരിക്കയും അതിൻ്റെ സഖ്യശക്തികളോട് ചേർന്നിട്ടാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ, അത് സീറ്റോ. അടുത്തത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, സെൻഡോ. അമേരിക്കാൻ്റെ അലയൻസ്, അമേരിക്കയും അതിൻ്റെ സഖ്യകക്ഷികളും ചേർന്നിട്ട് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. അടുത്തത് ഒരെണ്ണം കൂടിയുണ്ട്, വാഴ്സ പാക്റ്റ്, സോവിയറ്റ് യൂണിയൻ്റെ അലയൻസ്. സോവിയറ്റ് യൂണിയനും അതിൻ്റെ സഖ്യകക്ഷികളും ചേർന്നിട്ട് ഒരെണ്ണം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, വാഴ്സ പാക്റ്റ് മാത്രം. ബാക്കിയെല്ലാം ആരുടെയാണ്? അമേരിക്ക സഖ്യകക്ഷികളുടെയാണ്. അപ്പോൾ അമേരിക്ക സഖ്യകക്ഷികളുടെ നാറ്റോ, സീറ്റോ, സെൻഡോ. സോവിയറ്റിൻ്റെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, വാഴ്സ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, വാഴ്സ പാക്റ്റ്, സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ഇതിനെ തുടർന്ന് 2 ഭാഗങ്ങളായിട്ട് മാറുന്ന ഇരുധ്രുവ രാഷ്ട്രീയ ക്രമം ലോകത്ത് രൂപം കൊള്ളുന്നു. ഒന്ന് ആരുടെയാണ്? ഒന്ന് അമേരിക്കയുടെയും മറ്റൊന്ന് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള 2 സഖ്യങ്ങൾ രൂപീകരിക്കുന്നു. ഒന്ന് മുതലാളിത്ത ചേരിയും മറ്റൊന്ന് സോഷ്യലിസ്റ്റ് ചേരിയും. മുതലാളിത്ത വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കയും സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് ആരായിട്ട് മാറുന്നു? സോവിയറ്റ് യൂണിയനുമായിട്ട് മാറുന്നു. ഈ ആശയപരമായിട്ടുള്ള ഈ ചേരിതിരിവിനെ ചരിത്രകാരനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് അർണോൾഡ് ടോയിൻബി. ചരിത്ര ഹിസ്റ്റോറിയൻ അർണോൾഡ് ടോയിൻബി ഹാഡ് ഡിസ്ക്രൈബ്ഡ് ദിസ് ഐഡിയോളജിക്കൽ ഡിവിഷൻ ആസ് ബൈപോളാർ വേൾഡ്. ഇതിനെ വിളിക്കുന്ന അർണോൾഡ് ടോയിൻബി നൽകിയതിന് പേരാണ് ഇരുധ്രുവ രാഷ്ട്രീയം അഥവാ ബൈപോളാർ വേൾഡ് എന്നറിയപ്പെടുന്നു. ഇരുധ്രുവ രാഷ്ട്രം എന്ന് വെച്ചാൽ ഒന്ന് അമേരിക്കയുടെ മറ്റൊന്നാരുടെയാണ്? സോവിയറ്റ് യൂണിയൻ നേതൃത്വത്തിലുള്ളത്. അപ്പോൾ ഇത്രയാണ് ശീതസമരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ് സെക്കൻഡ് വേൾഡ് മഹായുദ്ധ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന 1939 മുതൽ 45 വരെയുള്ള കാലഘട്ടമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ. അപ്പോൾ 1919 പാരീസ് ട്രീറ്റി പ്രകാരം വിജയിച്ച രാജ്യങ്ങൾ പരാജയപ്പെട്ട രാജ്യങ്ങളുടെ എല്ലാ കോളനികളെല്ലാം വീതിച്ചെടുക്കുകയുണ്ടായി. അപ്പോൾ ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് എന്താണ് കോളനികളോ കമ്പോളങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിന് എൻഹാൻസിങ് ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി അവർ പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവരുന്നു. അവർ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാനും, അതായത് ദുർബലമായ രാജ്യങ്ങളെ ആക്രമിക്കാനും അതുപോലെ തന്നെ കോളനികൾ പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഈ ആക്രമണ പദ്ധതി വ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറ്റലിയും ജപ്പാനും ജർമ്മനിയും ചേർന്നിട്ട്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ചേർന്നിട്ട് ആക്സിസ് പവേഴ്സ് അഥവാ അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകുന്നു. ഇതിനെതിരായിട്ട് ഈ അച്ചുതണ്ട് സഖ്യത്തിനെതിരായിട്ട് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് അലൈഡ് പവേഴ്സ് അതായത് സഖ്യശക്തികൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. അച്ചുതണ്ട് ശക്തികളിനകത്ത് ജർമ്മനി, ഇറ്റലി, ജപ്പാനും, സഖ്യശക്തികളിനകത്ത് ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമാണുള്ളത്. എന്നാൽ തുടർന്ന് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഈ അലൈഡ് പവേഴ്സിനോട് ചേർന്നിട്ട് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങളോടൊപ്പം സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ അമേരിക്കയും കൂടെ ചേരുന്നു. ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യത്തിനകത്തുള്ളവരാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. അതിനകത്ത് ആരെ കൂടെ ചേർന്നു? അമേരിക്ക, സോവിയറ്റ് യൂണിയനോട് ചേർന്നു. അപ്പോൾ അവർ കുറച്ചുകൂടെ ശക്തിയായി. ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ആരെ ആക്രമിക്കുകയാണ്? ആക്സിസ് പവേഴ്സിനെ ആക്രമിക്കുകയാണ്. ഈ പറഞ്ഞ ആക്സിസ് പവേഴ്സിനെ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ലീഗ് ഓഫ് നേഷൻസ് എന്ന് വെച്ചാൽ ഒന്നാം ലോക മഹായുദ്ധാനന്തരം രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻ. ഈ ലീഗ് ഓഫ് നേഷൻസ് പറഞ്ഞ ആരൊക്കെയാണ്? ഈ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ നോക്കിയപ്പോൾ ഇവർ അതിനെ പ്രതിരോധിച്ചില്ല. ഈ ലീഗ് ഓഫ് നേഷൻ അങ്ങനെയുള്ള രാജ്യങ്ങളെ അതായത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ലീഗ് ഓഫ് നേഷൻ അതിനെ പ്രതിരോധിക്കാനുള്ള പരിപാടികൾ നടത്തിയില്ല. സർവ്വരാഷ്ട്ര സഖ്യം പരാജയപ്പെടുന്ന സംവിധാനമാണ് അക്കാലഘട്ടത്തിലുണ്ടായത്. ജർമ്മനി, ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ആദ്യം ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഇതിനെ പ്രതിരോധിച്ചില്ല, അതിനെ എതിർത്തില്ല. മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തത്. ഞങ്ങളെയൊന്നുമല്ല ആക്രമിച്ചത്, മറ്റ് രാജ്യങ്ങളിലെ ആക്രമിച്ചത് അവരതിനെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഈ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ വിചാരിച്ചത് സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യയാണ് അവരുടെ പ്രധാനപ്പെട്ട ശത്രു എന്നാണ് ഈ ബ്രിട്ടൻ, ഫ്രാൻസ് രാജ്യങ്ങൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ജർമ്മനിയെന്നും അത്ര ശത്രുക്കളായിട്ട് കരുതിയിരുന്നില്ല. അവരുടെ ആക്രമണങ്ങൾ അത്ര കാര്യമായിട്ട് അവർ എടുത്തതുമില്ല. ഇങ്ങനെയുള്ള ഈ ആക്രമണത്തിന് അനുകൂലമായ നിലപാടിനെ വിളിക്കുന്ന പേരാണ് പോളിസി ഓഫ് അപ്പീസ്മെൻറ്റ്. ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയത്തെ വിളിക്കുന്ന പേരാണ്
പ്രീണന നയം എന്നറിയപ്പെടുന്നത്. തുടർന്ന് 1939 സെപ്റ്റംബർ 1 ജർമ്മനി ആരെ ആക്രമിച്ചു? പോളണ്ടിനെ ആക്രമിച്ചു. അതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം സെപ്റ്റംബർ 3 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ സോവിയറ്റ് യൂണിയനെ കടന്നുവരാണ് പ്രധാനപ്പെട്ട ഗതി മാറ്റിമറിക്കുന്നതിന് കാരണമായി തീർന്നത്. സഖ്യകക്ഷികളുടെ ആക്രമണം താങ്ങാനാവാതെ ജർമ്മനിയും ഇറ്റലിയും പെട്ടെന്ന് തന്നെ കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ഇറ്റലിയിലെ നേതാവായിട്ടുള്ള ബെനിറ്റോ മുസോളിനി നാട്ടുകാർ പിടികൂടി വധിക്കുകയും അതുപോലെ തന്നെ ഹിറ്റ്ലർ എന്ത് ചെയ്യാണ്, ഒരു ബങ്കറിൽ വെച്ച് സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ഇനി ഒരാളും കൂടെ ഉള്ളത് ജപ്പാനെ ആക്രമിക്കുന്നതിനായിട്ട് ആരാണ് പോകുന്നത്? സോവിയറ്റ് യൂണിയൻ ട്രാൻസ് സൈബീരിയയിലൂടെ മുന്നേറുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയൻ അവിടെ എത്തുന്നതിന് മുന്നേ അമേരിക്ക അവിടെ എത്തുകയും 2 ബോംബുകൾ, ഒന്ന് ലിറ്റിൽ ബോയും മറ്റൊന്ന് ഫാറ്റ്മാനും. ലിറ്റിൽ ബോയ് ഹിരോഷിമയിൽ ഓഗസ്റ്റ് 6 1945 നിക്ഷേപിക്കുന്നു. ഫാറ്റ്മാൻ നാഗാസാക്കിയിൽ ഓഗസ്റ്റ് 9 നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതോടുകൂടി ജപ്പാനും കീഴടങ്ങും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ കെടുതികളാണ്, ഇതിൻ്റെ ഫലങ്ങളാണ്. 10 മില്യൺ പീപ്പിൾ ഡയഡ്, ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. യൂറോപ്പിൻ്റെ സാമ്പത്തിക നില താറുമാറായി തീർന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ലോകമേധാവിത്വം തകർന്നു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെട്ടു. അമേരിക്ക സോവിയറ്റ് യൂണിയനും വൻ ശക്തികളായി തീർന്നു. ലോകസമാധാനം സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടു? യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇതിൻ്റെ അടുത്തൊരു പോയിൻ്റാണ്, ഇത് ലാസ്റ്റ് പോയിൻ്റ് വെച്ചാണ് അടുത്ത ഭാഗം തുടങ്ങുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗം. ഐക്യരാഷ്ട്ര സംഘടന എന്ന രൂപം കൊള്ളുന്ന ഐക്യരാഷ്ട്ര സംഘടന ലോകസമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയാണ്. 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊള്ളുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. പ്രധാനപ്പെട്ട ഇതിൻ്റെ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നു. സേവ് ദ സക്സീഡിംഗ് ജനറേഷൻ ഫ്രം ദ സ്കറേജ് ഓഫ് വാർ, ഭാവി തലമുറ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷിക്കുക. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ദ ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ്, അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളെ സംരക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രീസ്, രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ പുരോഗതിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുക കോളനീസ് ബിക്കം ഫ്രീ, കോളനികൾ സ്വതന്ത്രമാകുന്നത് എങ്ങനെയാണെന്ന്. കോളനികൾ സ്വതന്ത്രമാകുന്നത് രണ്ടാം ലോക യുദ്ധാനന്തരം സാമ്രാജ്യ രാജ്യങ്ങളുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി. ഉദാഹരണമായിട്ട് പറയുന്നു, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികൾ നടന്നു വന്നിരുന്ന ദേശീയ സമര പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്തിയില്ല ആരാണ്? ഈ സാമ്രാജ്യ രാജ്യങ്ങൾ. അവർക്ക് അതിന് സമയം കിട്ടിയില്ല, അവർക്ക് സാധിച്ചുമില്ല. കാരണം അവർ സാമ്പത്തിക മേധാവിത്വം കുറഞ്ഞു വന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്കയും ഉയർന്നു വന്ന 2 ശക്തികളാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും. ഇവർ രണ്ടുപേരും യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികൾ വളർന്നു വന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു, അവരെ പിന്തുണച്ചു. ഇതിനെ തുടർന്ന് ഈ സാമ്രാജ്യ രാജ്യങ്ങളിൽ നിന്നും ഈ കോളനികൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഇതിനെ അപകോളനീകരണം അഥവാ ഡീകോളനൈസേഷൻ അറിയപ്പെടുന്നു. തുടർന്ന് അടുത്ത ഭാഗമാണ് കോൾഡ് വാർ അഥവാ ശീതസമരം എന്ന് പറയുന്നത്. രണ്ടാം ലോക യുദ്ധത്തിൽ ഫാസിസത്തിനെതിരെ ഭിന്നതകൾ മറന്ന് അമേരിക്ക സോവിയറ്റ് യൂണിയൻ ഒരുമിച്ച് നിന്നു. എന്നിട്ട് ആരെ തോൽപ്പിക്കുകയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ പരാജയപ്പെടുത്തി. പക്ഷേ യുദ്ധത്തിന് ശേഷം അമേരിക്ക പുതിയൊരു രാഷ്ട്രീയ സാമ്പത്തിക ശക്തിയായിട്ട് മാറി. അവർ മുതലാളിത്ത ചേരിക്കും സോഷ്യലിസ്റ്റ് ചേരിക്ക് സോവിയറ്റ് യൂണിയനും നേതൃത്വം നൽകി. ഇവർ രണ്ടും 2 ഭാഗത്തേക്ക് മാറുകയും ഇങ്ങനെ പരസ്പര ശത്രുത പുലർത്തിയ 2 ചേരികൾ തമ്മിലുണ്ടായ ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളെയും വിളിക്കുന്ന പേരാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. ആശയപരമായ ഭിന്നതയും രാഷ്ട്രീയമായ അവിശ്വാസമാണ് ശീതസമരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിനെ തുടർന്ന് രൂപീകരിക്കപ്പെട്ട കുറച്ച് സംഘടനകളുടെ പേര് പറയുന്നു. നാറ്റോ, സീറ്റോ, സെൻഡോ, വാഴ്സാ പാക്ട്. നാറ്റോ, സീറ്റോ, സെൻഡോ ആരുടെയാണ്? അമേരിക്കയുടെയും. വാഴ്സാ പാക്ട് സോവിയറ്റ് യൂണിയൻ്റെയും. ഇത്രയും ഭാഗമാണ് 2 ഭാഗങ്ങൾ. ഏതൊക്കെയാണ്? സെക്കൻഡ് വേൾഡ് വാറും അതുപോലെ കോൾഡ് വാറും.